പ്രാർത്ഥനയുടെ എല്ലാവരും ദൈവസന്നിധിയിലിരുന്നാലും കടന്നു വന്ന എല്ലാവർക്കും വീണ്ടും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. സീനിയർ പാസ്റ്റർ റെവറൻഡ് M.A. വർഗീസ് ഡാലസിലാണ്. വരുന്ന ആഴ്ചയിൽ നമ്മളോടൊപ്പം ആരാധനയിൽ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. യാത്രയിലായിരിക്കുമ്പോൾ പ്രാർത്ഥിച്ച എല്ലാവർക്കുമുള്ള നന്ദിയും അറിയിക്കുന്നു. തുടർന്നും പ്രാർത്ഥിക്കണം, യാത്രയ്ക്കായും പ്രാർത്ഥിക്കണം എന്നപേക്ഷിക്കുന്നു. കഴിഞ്ഞ 2-3 ആഴ്ചകളായി നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന, ആക്ച്വലി 2 ആഴ്ചകളായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന അതേ വിഷയത്തിൻ്റെ തുടർച്ചയായി ചിന്തിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. 1-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം നമ്മളെല്ലാം ശബ്ദം ഉയർത്തി ചേർന്ന് വായിക്കുവാൻ പോകും. എല്ലാവരും ഒന്ന് എടുക്കുമ്പോഴത്തേക്ക് ലെറ്റ് മി ടെൽ യു ദ കൺസെപ്റ്റ്, ആശയം ദൈവസന്നിധിയിൽ പറയുവാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 16-ാം വാക്യം കഴിയുമെങ്കിൽ എല്ലാവരും അവരുടെ ബൈബിൾസ് തുറന്ന്, വേദപുസ്തകങ്ങളുടെ കോപ്പികൾ തുറന്ന് ദയവായിട്ട് ആ വാക്യം എടുക്കണം. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 16-ാം വാക്യം. അവന്റെ നിറവിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. മതി, ഒന്നുകൂടെ നമ്മൾ ആവർത്തിച്ച് ചേർന്ന് വായിക്കുവാൻ പോകുകയാണ്. ചേർന്ന് വായിക്കാമല്ലോ. അവന്റെ നിറവിൽ നിന്ന് നമുക്കെല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. ഒന്നുകൂടെ ശബ്ദമുയർത്തി പറഞ്ഞാട്ട്, കൃപമേൽ കൃപ. ശബ്ദമുയർത്തി, കൃപമേൽ കൃപ. ആമേൻ. കഴിഞ്ഞ 2 ആഴ്ചകളായി നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം ഇതാണ്. ഇന്നും അതിൻ്റെ തുടർച്ചയായി പോകുവാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ചിന്തിച്ചു വന്ന വിഷയം ഇതായിരുന്നു, കൃപാസനവും ന്യായാസനവും. അങ്ങോട്ട് വരുന്നതിന് മുൻപ് ഞാൻ റോമാലേഖനം വായിക്കേണ്ട. റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം, 21-ാം വാക്യം, 6-ാം അധ്യായം 1-ാം വാക്യം, ഈ വാക്യങ്ങൾ വായിച്ചാൽ കാണുന്ന പ്രധാനപ്പെട്ട ആശയം എന്താണ്? കാണുന്ന പ്രധാനപ്പെട്ട ആശയം, പാപം ചെയ്തെടുത്ത് കൃപ പെരുകി. പാപം ചെയ്തെടുത്ത് കൃപ പെരുകി. എങ്കിലും അതേ അധ്യായം 6-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം ആകുമ്പോഴത്തേക്ക് പറയുകയാണ്, അതുകൊണ്ട് ഇനിയും കൃപ പെരുകുവാൻ നമ്മൾ പാപം തുടരുകയെന്നോ, പാപത്തിൽ തുടരുകയെന്നോ, പാപം ചെയ്യുകയെന്നോ ഒരിക്കലുമല്ല. ലെറ്റ് us not continue that. ചിലർക്കറിയാം, അവർ പാപം ചെയ്തിട്ടും അർഹിക്കാത്ത കൃപ അവരുടെ ജീവിതത്തിൽ വന്നു. എത്രയോ ആൾക്കാരുടെ അനുഭവങ്ങൾ കേൾക്കുന്നത്, പക്ഷേ ഒരു സാധ്യതയും ഇല്ലാതിരുന്നിടത്ത് ഞാൻ ദൈവത്തെ അന്വേഷിക്കാതെ ഞാൻ എൻ്റെ വഴികളിൽ നടന്നപ്പോൾ എൻ്റെ ദൈവം എന്നെ അന്വേഷിച്ചു വന്നു. കാര്യം, ഞാൻ പാപിയായി തുടർന്നപ്പോൾ പാപിയെ തേടി വരുന്ന ഒരു യേശുവിനെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതെ, ആദ്യം മുതൽ അങ്ങനെയാ. ആദാം പാപം ചെയ്തപ്പോൾ ആദാം ദൈവമേ നീ എവിടെ എന്ന് ചോദിച്ചോടുകയല്ലായിരുന്നു. പകരം ദൈവം ആദാമേ നീ എവിടെ എന്ന് പറഞ്ഞു വരികയായിരുന്നു. ഇന്നും അത് വളരെ സത്യമാണ്. നമ്മൾ പാപത്തിൻ്റെ വഴികളിൽ നടക്കുമ്പോൾ നീ പാപമൊക്കെ കഴുകി ശുദ്ധീകരിച്ചു വാ, ഞാൻ നോക്കട്ടെ എന്നല്ല പറയുന്നത്. പാപിയായി ഇരിക്കുന്നിടത്ത് നമ്മളെ വന്ന് ശുദ്ധീകരിച്ച് തൻ്റെ മക്കളാക്കി തീർക്കുന്ന ആ സ്നേഹത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ആരും ഇവിടെ കാണുകയില്ലായിരുന്നു. ഞാനൊരു പാസ്റ്ററുടെ മകനായിട്ട്, അല്ലെങ്കിൽ ഒരു ക്രിസ്തീയ കുടുംബത്തിൽ, ഒരു പെന്തിക്കോസ് പാരമ്പര്യത്തിൽ ജനിച്ചു വളർന്നു. എങ്കിലും എൻ്റെ ജീവിതത്തിൽ ഞാൻ വിശുദ്ധനല്ലായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഒരു പാപിയെ അന്വേഷിച്ചു വരുന്ന ഒരു ദൈവമില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഒരിക്കലും ഇവിടെ ഉണ്ടായിരിക്കുകയില്ല. എങ്കിലും എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹത്തിനായി, വിശ്വസ്തതയ്ക്കായി, സ്വഭാവത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. കാര്യം, ഒരു അർഹതയും ഇല്ലാത്തടത്ത്, ഒരു സാധ്യതയും ഇല്ലാത്തടത്ത്, ലോകത്തിൻ്റെ വഴികളിൽ പോകുവാൻ സകല സാധ്യതയും ഉണ്ടായിരുന്നിടത്ത് തെരഞ്ഞു വന്ന് എന്നെ വീണ്ടെടുത്ത് ആ ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായി ഞാൻ വ്യക്തിപരമായി കർത്താവിനെ സ്തുതിക്കുകയാണ്. ആ അനുഭവം പറയുവാൻ കഴിയുന്നവർ ഇവിടെ ഉണ്ടെങ്കിൽ അവരുടെ കരങ്ങൾ ഉയർത്തി കർത്താവിനോട് പറഞ്ഞാട്ടെ, താങ്ക് യു ലോർഡ്. എൻ്റെ അർഹതയല്ല, എൻ്റെ യോഗ്യതയല്ല, ഞാൻ അങ്ങ് അന്വേഷിച്ചു വന്നതല്ല. ഇരുളിൽ പാപത്തിൽ ഞാൻ വഴുതി നടന്നപ്പോൾ എന്നെ അങ്ങയുടെ സ്നേഹത്താൽ ആകർഷിച്ച് എന്നെ അങ്ങയുടെ വഴിയിൽ കൊണ്ടുവന്ന അങ്ങയുടെ വിശ്വസ്തതയ്ക്കായി നന്ദി എന്ന് പറയുവാൻ കഴിയുന്നവർ ഒരിക്കൽ കൂടെ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാലും. ഹല്ലേലൂയ. സോ പാപത്തിൽ തുടർന്നാൽ കൃപ പെരുകുമെന്നോ? നോ വേ. പാപത്തിൽ തുടർന്നാൽ കൃപ പെരുകയില്ല. പാപം ചെയ്തപ്പോൾ കൃപ വന്നു. പാപം ചെയ്താൽ ചില നാളുകൾ കൃപ ഉണ്ടായിരിക്കും. എങ്കിലും അതിൻ്റെ അവസാനം വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നു. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പാടുവാൻ ആഗ്രഹിച്ചെങ്കിലും പാടുവാൻ സാധിച്ചില്ല. പാട്ടിതായിരുന്നു, നീതിമാൻ പ്രയാസമോടെ രക്ഷ നേടുകിൽ അധർമ്മികൾക്കും പാപികൾക്കും ഗതി എന്തായിടും. അതുകൊണ്ട് വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ, അതുകൊണ്ട് നീതിമാൻ ഇനിയും അധികം നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. കൃപയുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്താലും കാൽവറി ക്രൂശിൽ യേശു കർത്താവ് ചെയ്ത ആ പ്രവൃത്തിയിൽ ഞാൻ വിശ്വസിക്കുന്നു. നമ്മളെല്ലാം വിശ്വസിക്കുന്നു, ഇനിയും വിശ്വസിക്കും. എങ്കിലും ദൈവത്തിൻ്റെ വചനം പറയുന്നു, നീതിമാൻ ഇനിയും അധികം നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. കാര്യം, സകലത്തിൻ്റെയും അവസാനമാകുമ്പോൾ, സമാപ്തിയിലേക്ക് വരുമ്പോൾ, പാപം ചെയ്തു കൃപ എവിടെ എന്ന് ചോദിക്കുവാൻ ല്ല, അതേ പാപത്തിൽ തുടർന്നു കൃപ വർദ്ധിച്ചില്ലല്ലോ എന്ന് പിന്നത്തേതിൽ കരയുവാനല്ല. പാപിയായിരുന്നപ്പോൾ എന്നെ സ്നേഹിച്ച് എനിക്ക് കൃപ തന്ന കർത്താവേ, എൻ്റെ തകർന്ന ജീവിതം വീണ്ടെടുത്ത എൻ്റെ ദൈവമേ, അതിനായി നന്ദി. എങ്കിലും ഞാൻ എന്നെ തന്നെ അധികം വിശുദ്ധിയിലേക്ക് നടത്തുവാൻ, എന്നെ തന്നെ അധികം നീതിയിലേക്ക് നടത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ഓരോരുത്തരുടെയും അകത്ത് അടിസ്ഥാനപരമായ വ്യത്യാസം, ഒരു വിശ്വാസത്തിൻ്റെ ഒരു ആഴമേറിയ പ്രവൃത്തി നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ അകത്ത് ആ ഡീപ്പ് കൺവിക്ഷൻ ഉണ്ടായിരിക്കണം. കാര്യം, പല ടീച്ചിങ്സിൽ, പല
പല ആൾക്കാരുടെ വിശ്വാസത്തിൽ, പ്രൈമറി ടീച്ചിങ്ങിൽ, അവരുടെ അകത്തുള്ള വിശ്വാസം, എന്ത് പാപം ചെയ്താലും ഒരിക്കൽ കാൽവറി ക്രൂശിൽ കർത്താവ് മരിച്ചതുകൊണ്ട് പണ്ട് ചെയ്ത പാപവും ഇന്ന് ചെയ്യുന്ന പാപവും നാളെ ഇനി ഞാൻ ചെയ്യുവാൻ ഉള്ള പാപത്തിനും യേശു കർത്താവ് മരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് എന്ത് പാപം ചെയ്താലും ഐ ബിലീവ് ഇൻ ദ ഫിനിഷ്ഡ് വർക്ക് ഓൺ ദ ക്രോസ്. കാൽവറി ക്രൂശിൽ കർത്താവായ യേശു കർത്താവ് ചെയ്തു കഴിഞ്ഞ ആ വലിയ യാഗം ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഇനിയും പാപത്തിൽ തുടരാം എന്ന് പറയുമ്പോൾ റോമാലേഖനം 6-ാം അധ്യായം 1-ാം വാക്യവും വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിൽ നിന്നും ഓർപ്പിക്കട്ടെ. അതുകൊണ്ട് കൃപ പെരുകുവാൻ ഇനിയും പാപത്തിൽ തുടരുകയെന്നല്ല, പകരം നീതിമാൻ ഇനിയും അധികം നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും അധികം വിശുദ്ധീകരിക്കട്ടെ. ഒരു ആമേൻ പറഞ്ഞാലും. ഓൾറൈറ്റ്. എങ്കിലും ഈ നീതിപ്രവർത്തികൾ, നമ്മളുടെ വിശുദ്ധി ദൈവത്തിന്റെ കൃപാസനത്തെ ഉണർത്തുമോ? നോ 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 നോ. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചു, നമ്മൾ ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ മുൻപിൽ നമ്മൾ എപ്പോഴും വന്ന് നിൽക്കേണ്ടവര്. എവറി സിംഗിൾ ഡേ, ഓരോ ദിവസവും അല്ല ഓരോ നിമിഷവും ആ കൃപാസനത്തിന്റെ മുൻപിൽ നമ്മൾ നിൽക്കുന്നവരാ. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ആ സിംഹാസനത്തിന്റെ മുൻപിൽ വന്ന് നിൽക്കും. എസ്തറിന്റെ പുസ്തകം 5-ാം അധ്യായത്തിൽ നിന്നും നമ്മൾ ചിന്തിച്ചപ്പോൾ ഇങ്ങനെ കണ്ടു, എസ്തർ സിംഹാസനത്തിന്റെ മുൻപിൽ വന്നു, രാജാവിന്റെ മുൻപിൽ വന്നു. ഒരു നിമിഷം കൊണ്ട് ഒന്നിയിൽ രാജാവ് കൈയും കെട്ടിയിരുന്നെങ്കിൽ എസ്തർ രാജ്ഞിയുടെ തല ഛേദിക്കപ്പെടും. അല്ല, രാജാവ് തന്റെ പൊൻചെങ്കോൽ നീട്ടിയെങ്കിൽ എസ്തറിന് അവളുടെ ജീവിതത്തിൽ ജീവൻ മടക്കി ലഭിക്കും, പ്രസാദം ലഭിക്കും, കൃപ ലഭിച്ചു. അവൾ ആ നീട്ടപ്പെട്ട പൊൻചെങ്കോലിന്റെ അഗ്രത്തേക്ക് വന്നു തൊട്ടു. അവൾ ജീവൻ പ്രാപിച്ചു, അവളുടെ ജനം മുഴുവൻ ജീവൻ പ്രാപിച്ചു. ഒരു നിമിഷം കൊണ്ട് ന്യായാസനമായി മാറുവാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു സിംഹാസനം ഒറ്റ നിമിഷം കൊണ്ട് കൃപ ലഭിച്ചതിനാൽ കൃപാസനമായി മാറിയതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. നമ്മളുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും നമ്മളുടെ വാക്കുകൾ, നമ്മളുടെ ചിന്തകൾ, നമ്മളുടെ പ്രവൃത്തികൾ സിംഹാസനത്തിന്റെ മുൻപിൽ നമ്മൾ വരികയും ഒന്നിൽ ന്യായാസനമായി, ഇല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞും അറിയാതെയും കൃപാസനമായി മാറുകയും ചെയ്യും. പലരുടെയും ജീവിതത്തിൽ ന്യായാസനമായി മാറുവാൻ കാര്യം എന്താണ്? നമ്മുടെ പ്രവൃത്തികളാണ്. ഉദാഹരണത്തിന്, ഒരിക്കൽ ബേൽഷസ്സർ രാജാവ് ഒരു പ്രത്യേക പ്രവൃത്തി ചെയ്തു. എന്താണ് ചെയ്തത്? ദൈവത്തിന്റെ ആലയത്തിൽ ഉണ്ടായിരുന്ന ആ പാത്രങ്ങൾ കൊണ്ടുവന്ന് താൻ വേണ്ടാത്ത രീതിയിൽ അതിനെ ഉപയോഗിച്ചു. ആരും അറിഞ്ഞില്ല, ആരും വിചാരിച്ചില്ല, ആരും ശ്രദ്ധിച്ചില്ല. എങ്കിലും ന്യായാസനമായി തന്റെ മുൻപിൽ ഒരു സിംഹാസനം ഉണർത്തപ്പെട്ടു. ആരും അറിഞ്ഞില്ലെങ്കിലും ആരും ശ്രദ്ധിച്ചില്ലെങ്കിലും ആ സിംഹാസനം ഉണർത്തപ്പെടുകയും ചുവരിൽ വിളക്കിന് നേരെ ഒരു വിരൽ വന്ന് എഴുതുവാനിടയായി തീർന്നു. എന്താണ് എഴുതിയത്? മെനെ മെനെ തേക്കേൽ ഉഫാർഷിൻ. ഞാൻ നിന്നെ തൂക്കി നോക്കി, ന്യായാസനത്തിന്റെ മുൻപിൽ നീ തൂക്കപ്പെട്ടു, നീ കുറവുള്ളവനായി കണ്ടു. നമ്മളുടെ ഓരോ പ്രവൃത്തികൾ, ഓരോ വാക്കുകൾ, ഓരോ മനോഭാവങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ നമ്മളെ സിംഹാസനത്തിന്റെ മുൻപിൽ കൊണ്ടുവരും. ചോദ്യം, ആ സിംഹാസനത്തിന്റെ മുൻപിൽ വരുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ന്യായാസനം ഉണരുമോ അതോ കൃപാസനം ഉണരുമോ? നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ആ വിരൽ വന്ന് എഴുതുവാൻ ആരംഭിച്ചായിരുന്നെങ്കിൽ, ഞാൻ ചിന്തിക്കായിരുന്നു, ഇന്ന് രാവിലെ ഇങ്ങനെ ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ കൂടെ പോയി, പലരുടെയും വീട് മാസത്തിൽ 2-3 പ്രാവശ്യം പെയിന്റ് ചെയ്യേണ്ടി വന്നേനെ. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ എല്ലാ ദിവസവും കാണിക്കുന്ന ഓരോ കാര്യങ്ങൾക്ക് അന്ന് ബെൽഷസറിന്റെ മുറിയിൽ വന്ന് എഴുതിയ ആ വിരൽ എഴുതുവാൻ ആരംഭിച്ചായിരുന്നെങ്കിൽ നമ്മളുടെ വീട് എല്ലാ ആഴ്ചയിലും ചിലപ്പോൾ ഒന്ന് പെയിന്റ് ചെയ്യേണ്ടി വന്നേനെ. പക്ഷേ ഇന്ന് ആ വിളക്കിന് നേരെ എഴുതുന്ന കരം നമുക്ക് കണ്ടില്ലെങ്കിലും ഒരു കാര്യം മറക്കല്ല, എല്ലാ ദിവസവും നമ്മൾ ന്യായാസനത്തിന്റെയോ കൃപാസനത്തിന്റെയോ തിരഞ്ഞെടുപ്പിന്റെ മുൻപിലാണ്. നമ്മുടെ വാക്കുകൾ, നമ്മളുടെ പ്രവൃത്തികൾ, നമ്മളുടെ മനോഭാവങ്ങൾ അതിലേക്ക് നമ്മളെ വഴിതിരിച്ചിരിക്കും. എങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ ചിന്തിച്ചത്? പെട്ടെന്നോട് ചിന്തിക്കട്ടെ. എങ്ങനെയാണ് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ദൈവത്തിന്റെ ന്യായാസനത്തെ ഉണർത്തുന്നത്? നമ്മൾ ചിന്തിച്ചു, ഒന്ന്, അപവാദം പറയുന്നതിനാൽ. ശരിയായിരിക്കും, തെറ്റായിരിക്കും. അപവാദം പറയുന്നതിനാൽ, അക്യൂസേഷൻസ്. ഒരു പക്ഷേ അത് ശരിയായിരിക്കും, ഒരു പക്ഷേ തെറ്റായിരിക്കും. അക്യൂസേഷൻ എന്ന് പറഞ്ഞാൽ ഉള്ള കാര്യത്തെ നെഗറ്റീവായി കാണിക്കുന്നതിനെയാണ് അക്യൂസേഷൻ, അപവാദം എന്ന് പറയുന്നത്. ഞാനൊരു വെള്ള ഷർട്ടായിട്ടിരിക്കുന്നത്, വെള്ള ഷർട്ട് ഇട്ട് കഴിയുമ്പോൾ ഇതിനെ ഒരു പക്ഷേ ഗുണമായി ചിത്രീകരിക്കുവാൻ സാധിക്കും, ഇതേ വെള്ള ഷർട്ടിനെ അപവാദത്തോടെ പറയുവാൻ സാധിക്കും. അപവാദത്തോടെ എങ്ങനെ പറയാം? ഐഡിയ ഇല്ലാത്തവർക്ക് ഐഡിയ തരാം. പറഞ്ഞാൽ മതി, കണ്ടില്ലേ ഒരുത്തൻ വെള്ള ഷർട്ട് ഇട്ടുകൊണ്ട് നിൽക്കുന്നു, വെള്ള തേച്ച ശവക്കല്ലറയാണ്. ചുമ്മാതെ, ആർക്കും അറിയത്തില്ലല്ലോ, പറഞ്ഞാൽ മതി, അപവാദമായി കഴിഞ്ഞു. ചുമ്മാതാ കേട്ടോ, വെള്ള ഷർട്ടാണെങ്കിലും അകത്ത് വേറെതാ. ഏറ്റവും നല്ല കാരണങ്ങളാണെങ്കിലും അതിനെയും അപവാദമായി തിരിക്കുവാൻ സാധിക്കും. നെഗറ്റീവായി പറയുന്ന സകലതും അപവാദമായി മാറും. വെള്ള ഷർട്ട് ഇട്ടുകൊണ്ട് വന്ന് വേറൊന്നും പറയുവാനില്ലെങ്കിൽ പറയും, ഇതിനേക്കാൾ വെള്ളയില്ലായിരുന്നു. അപവാദം പിശാചിന്റെ സ്വഭാവമാണ്. അതേ കാര്യം ഒരുപക്ഷെ പോസിറ്റീവായി, അതേ കാര്യം നന്മയ്ക്കായി, പ്രചോദനത്തിനായി, അനുഗ്രഹത്തിനായി, മാന്യതയ്ക്കായി പറയുവാൻ സാധിക്കുമ്പോൾ ഒരു കാര്യം അത് നെഗറ്റീവായി റിപ്പോർട്ട് ചെയ്താൽ അതിനെ വിളിക്കുന്ന പേരാണ് അപവാദം.
അപവാദി സാത്താൻ ഇയ്യോബിനെ കുറിച്ച് അപവാദം പറഞ്ഞു. എന്തോ പറഞ്ഞത്? പാപിയാണെന്നല്ല പറഞ്ഞത്, നീതിമാനാണ്. ദൈവം പറഞ്ഞ സാക്ഷ്യത്തിന് എൻഡോർസ് ചെയ്തു, അതിനെ അംഗീകരിച്ചു. അവൻ പറഞ്ഞു, ശരിയാ, നീതിമാനാ, ദോഷം വിട്ടകലുന്നവനാണ്, എല്ലാ നല്ല സ്വഭാവങ്ങളുമുണ്ട്, ദോഷം പറയുവാൻ ഒന്നുമില്ല. അങ്ങനെ ഇയ്യോബിനെ കിട്ടിയാലും ഇന്നും ഇയ്യോബിനെ ആണെങ്കിലും അപവാദം പറയുവാൻ സാധ്യത ഉള്ള ഒരു കൾച്ചർ ഉള്ളപ്പോൾ ചോദ്യം, നമ്മളുടെ തെരഞ്ഞെടുപ്പ് എന്തായിരിക്കും? നമ്മുടെ സംസ്കാരത്തിന്റെ തെരഞ്ഞെടുപ്പ് എന്തായിരിക്കും? നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് അപവാദം പറയുമോ? പോസിറ്റീവ് ഓർ നെഗറ്റീവ് നമ്മൾ പറയുമ്പോൾ അപവാദമായി മാറുമോ, അതോ അത് നന്മയ്ക്കായിട്ടുള്ളതായി മാറുമോ? അപവാദം പറയുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ പിശാചിന്റെ കൃപാവരം ഏറ്റെടുക്കുകയാണ്, പിശാചിന്റെ അഭിഷേകം ഏറ്റെടുക്കുകയാണ്. അവന്റെ കൃപാവരം ജ്വലിപ്പിച്ചാൽ ന്യായാസനം ഉണർത്തപ്പെടും, മറക്കരുത്. 2, വിരോധമായി പദ്ധതികൾ തയ്യാറാക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചു, ആഹാബിന് വിരോധമായി ഒരു പദ്ധതി തയ്യാറാക്കി. ചെറിയൊരു കാര്യം ചെയ്യാം, അവന്റെ പ്രവാചകന്മാരുടെ വായിൽ ഭോഷ്ക് പറയുന്ന ആത്മാവായി ഞാൻ ചെന്ന് അവന്റെ പ്രവാചകന്മാരെ കൊണ്ട് ഭോഷ്ക് പറയിപ്പിച്ച് ആഹാബിനെ വശീകരിച്ച് അവന് വിരോധമായി കാര്യങ്ങൾ നീക്കി അവനെ കൊന്നുകളയും. ഇതാ ഒരു സ്കീമിംഗ്, ഒരു പദ്ധതി ഇട്ടു. ന്യായാസനം ഉണരുവാനിടയായി തീർന്നു. ഇന്നും പലരും സ്കീമിംഗ് ചെയ്ത്, പലരും വേണ്ടാത്ത കാര്യങ്ങൾ മനസ്സിൽ ചിന്തിച്ച്, ഒരു കാരണവുമില്ലാത്ത, ഒരു സത്യവുമില്ലാത്ത കാര്യങ്ങൾ മനസ്സിന്റെ അകത്ത് ഉരുത്തിരിഞ്ഞ് പലതും ചെയ്താൽ അത് കൃപാസനത്തെ അല്ല, ന്യായാസനത്തെയാണ് ഉണർത്തുന്നത്. വിധിച്ചാൽ നിങ്ങൾ വിധിക്കപ്പെടും. വിധി കൃപാസനത്തിൽ നിന്നും ഉയരുന്നതല്ല. വിധി, പ്രതികൂലവും വിരോധവുമായിട്ടുള്ള വിധി, അത് ന്യായാസനത്തിൽ നിന്ന് ഉണരുന്നതാണ്. യേശു കർത്താവ് പറഞ്ഞ വാക്കുകൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ശ്രദ്ധിച്ചു. നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കുവാൻ നിങ്ങൾ വിധിക്കരുത്. Do not judge that you may not be judged. നമ്മൾ ഏത് അളവിനാൽ അളക്കുന്നോ അതേ അളവിനാൽ നമ്മൾക്ക് മടക്കി അളക്കപ്പെട്ടിരിക്കും. ശിമോനെ, നീ എന്ത് പറയുന്നു? ഞാൻ ഊഹിക്കുന്നു. I assume, I presume, I think. എൻ്റെ വിചാരം, എൻ്റെ ചിന്തയാണ്. നീ ചിന്ത മനസ്സിൽ ചിന്തിച്ചപ്പോൾ പ്രശ്നമില്ലായിരുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പറഞ്ഞു. എങ്കിലും വായിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ യേശു പറയാണ്, ശിമോനെ, നീ വിധിച്ചത് ശരിയാണ്, നീ വിധിച്ചു കഴിഞ്ഞു. റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ കാര്യങ്ങൾ മനസ്സിന്റെ അകത്ത് പോകുന്നത് വായിൽ കൂടെ പ്രസ്താവിച്ചു കഴിയുമ്പോൾ ഏത് നിസ്സാര വാക്കിനും കണക്ക് കൊടുക്കേണ്ടി വരും. ഒരു ദിവസം വെള്ളസിംഹാസനവും ഒരു ദിവസം ന്യായസിംഹാസനവും ഒക്കെ ഉണ്ട്. അതിനെക്കുറിച്ചല്ല പറയുന്നത്. ഓരോ ദിവസവും നമ്മൾ ഉണർത്തുന്ന ഒരു സിംഹാസനത്തെക്കുറിച്ച്, ന്യായാസനത്തെക്കുറിച്ചാണ് പറയുന്നത്. നമ്മളുടെ ബന്ധങ്ങളിൽ നമ്മൾ ഉലച്ചിൽ വരുത്തിയാൽ, ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് നമ്മൾ ചുരുക്കമായി, വളരെ ടിപ്പ് ഓഫ് ദി ഐസ്ബർഗ്, നമ്മൾ ആ മുകളിലുള്ള ഒരല്പം മാത്രം ചിന്തിച്ചു. എവിടെയെങ്കിലും ബന്ധങ്ങൾ സൂക്ഷിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ, ബന്ധങ്ങളിൽ ഉലച്ചിൽ വന്നാൽ ന്യായാസനത്തെ ഉണർത്തുവാൻ സാധ്യതയുണ്ട്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ, മാതാപിതാക്കളും കുഞ്ഞുങ്ങളും തമ്മിൽ, സ്നേഹിതന്മാർ തമ്മിൽ, സഹോദരന്മാർ തമ്മിൽ ഉള്ള ബന്ധങ്ങളിൽ ഉലച്ചിൽ വന്നാൽ കൃപാസനത്തിന് പകരം ന്യായാസനം ഉണരുവാൻ സാധ്യതയുണ്ട്. നമ്മളിൽ പലർക്കും കൃപാവരമുണ്ട്, പ്രത്യേക കൃപാവരമുണ്ട്. എന്താണ്? ബന്ധങ്ങളെ തകർക്കുന്ന കൃപാവരം. പലർക്ക് വലിയ പ്രത്യേക കൃപാവരമാണ്. 3 മാസം ചേർന്ന് നിൽക്കാൻ പറ്റത്തില്ല, അതിനോടങ്ങ് മടിയിട്ടിരിക്കും. ദൈവം തരുന്ന കൃപാവരമല്ല. വചനം വായിച്ചാൽ അങ്ങനെ ഒരു കൃപാവരമില്ല. എങ്കിലും പിശാച് തരുന്നൊരു വരം അത്. അതിനെ മാറ്റണം. അതിനുവേണ്ടി കാത്തിരുന്ന് അതിനെ കളഞ്ഞ് പകരം ദൈവം തരുന്ന സ്നേഹവും സമാധാനവും സന്തോഷവും സ്വീകരിക്കുവാൻ നമ്മൾ തയ്യാറായാൽ, ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മളെ ബന്ധങ്ങൾ സൂക്ഷിക്കുവാൻ നമ്മളെ ശക്തീകരിച്ചിരിക്കും. നമ്മുടെ ജീവിതങ്ങളിൽ ബന്ധങ്ങൾ സൂക്ഷിക്കുന്നത് അത് നമ്മളുടെ വ്യക്തിപരമായ ഒരു ആവശ്യം മാത്രമല്ല, സഭയുടെയും ദൈവരാജ്യത്തിന്റെയും നിത്യജീവന്റെ വെളിച്ചത്തിൽ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ബന്ധങ്ങൾ സൂക്ഷിക്കുന്നത്. ഇന്ന് ഞാൻ പറയട്ടെ, നമ്മളുടെ പ്രത്യേകിച്ച് പല സംസ്കാരങ്ങളിലും ബന്ധങ്ങൾ സൂക്ഷിക്കുവാൻ ആൾക്കാർക്ക് അറിയത്തില്ല. ഞാൻ അതിനേക്കാൾ അധികം ഇപ്പോൾ അങ്ങോട്ട് ഇറങ്ങുവാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും പറയേണ്ട വാക്കുകൾ പറയുവാൻ, പറയേണ്ടതുപോലെ പറയുവാൻ നമ്മൾ ശ്രദ്ധിച്ചാൽ ബന്ധങ്ങൾ ദീർഘകാലങ്ങൾ സൂക്ഷിക്കുവാൻ സാധിക്കും. ബന്ധങ്ങളിൽ ഉലച്ചിൽ വന്നാൽ അത് ദൈവരാജ്യത്തിൽ, ദൈവസഭയിൽ, ദൈവസിംഹാസനത്തെ ന്യായാസനമായി മാറ്റുവാൻ സാധ്യതയുണ്ട്. ഐക്യതയില്ലെങ്കിൽ, ദൈവസന്നിധിയിൽ ഞാൻ പറയട്ടെ, ഐക്യതയില്ലെങ്കിൽ ന്യായാസനം നമുക്ക് വിരോധമായി ഉണരും. പിശാചിനോട് ദൈവം പറയും, വാതിൽ തുറന്നു കഴിഞ്ഞു. ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്, വാതിൽ തുറന്നു കഴിഞ്ഞു, എനിക്കൊന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല. അതിൻ്റെ അകത്ത് പിശാചിന് ആക്സസ്, എൻട്രി ആയി കഴിഞ്ഞു. മാതാപിതാക്കളെ ബഹുമാനിക്കാത്ത കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞു, പിശാചിന് ആക്സസ് ആയി കഴിഞ്ഞു. ദൈവത്തിന് പറയാനുള്ളത്, ആ വാതിൽ അടയ്ക്കണമെങ്കിൽ ഒറ്റ കാര്യമേ ഉള്ളൂ. മാതാപിതാക്കളെ ബഹുമാനിച്ചാൽ ദീർഘായുസ്സും ആയിരിക്കുന്ന പട്ടണത്തിൽ ഞാൻ നിന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യും, നന്മകൾ തരും. എങ്കിലും ആ വാതിൽ വിശാലമായി പിശാചിന് വേണ്ടി തുറന്നു കൊടുക്കുന്നവർ ചെയ്താൽ, ഇത്രയും ചെയ്താൽ മതി. ആ കൽപ്പനയെ അനുസരിക്കാതിരുന്നാൽ മതി. പിശാചിന് എൻട്രിയായി ആ കൃപയ്ക്ക് പകരം ന്യായാസനം നമ്മുടെ ജീവിതത്തിൽ ഉണർന്നു കഴിഞ്ഞു. ഡിസൊബീഡിയൻസ്, അനുസരണക്കേട്, ഡിലേഡ് ഒബീഡിയൻസ്, താമസിച്ചനുസരിക്കുന്നത്.
സന്തോഷമില്ലാതെ അനുസരിക്കുന്നത്, ഇതെല്ലാം അനുസരണക്കേടിന്റെ ഭാഗമായി ഒരളവിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം ന്യായാസനത്തെ ഉണർത്തുമ്പോൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കണം. ചിലത് കൃപാസനത്തെ ഉണർത്തിയിരിക്കും. കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചതിലേക്ക് ഓ മൈ ഗുഡ്നസ് പെട്ടെന്ന് ചിന്തിക്കട്ടെ. ഹൗ ഡസ് ഗ്രേസ് കം? അങ്ങോട്ട് പോകുന്നതിന് മുൻപേ എങ്ങനെയാണ് കൃപാസനത്തെ ഉണർത്തുന്നത്? ഒന്ന്, നമ്മളുടെ മഹാപുരോഹിതനായ യേശു കർത്താവാണ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നത്. ആ യേശുവിൽ വിശ്വസിച്ച് ആശ്രയിച്ച് ജീവിച്ചാൽ നമുക്ക് വേണ്ടി കൃപാസനം ഉണർന്നിരിക്കും. പ്രൈസ് ദ ലോർഡ്. ഇന്ന് ദൈവജനത്തിനുള്ള വലിയ പ്രത്യാശ, യേശുവേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, എനിക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്ന, എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന, എനിക്ക് വേണ്ടി അഡ്വക്കേറ്റ് ആയി നിൽക്കുന്ന, എനിക്ക് വേണ്ടി ഒരു പക്ഷപാതം ചെയ്യുന്ന യേശു എനിക്ക് ഇന്നും ജീവിക്കുന്നതിനാൽ എൻ്റെ ജീവിതത്തിൽ കൃപാസനം ഉണർത്തപ്പെടും എന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, നമ്മൾ ഭാഗ്യവാന്മാരാണ്, നമ്മൾ ധന്യരാണ്. കാര്യം നമ്മുടെ ജീവിതത്തിൽ കൃപ വ്യാപരിച്ചിരിക്കും. എങ്കിലും ജഡ്ജസിന്റെ മുൻപിൽ, ഹൈക്കോർട്ടിൽ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോർട്ടിൽ പോയിട്ടുള്ളവർക്കറിയാം, ഒരു അഡ്വക്കേറ്റ് നമ്മൾക്കായി വാദിക്കണമെങ്കിൽ നമ്മളുടെ സകല കാര്യങ്ങളും അഡ്വക്കേറ്റിനെ ഏൽപ്പിച്ചേ പറ്റത്തുള്ളൂ. എവിഡൻസസ്, ഡോക്യുമെന്റ്സ്, നമ്മളുടെ സിഗ്നേച്ചർ വരെ കൊടുത്തെങ്കിൽ മാത്രമേ അഡ്വക്കേറ്റ് നമുക്കായി പ്രവർത്തിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ എത്ര കറക്റ്റ് കേസ് ആണെങ്കിലും അഡ്വക്കേറ്റിന് വാദിക്കാൻ പറ്റത്തില്ല. GPA കൊടുത്തിട്ടില്ല, ഇല്ലെങ്കിൽ വക്കാലത്ത് കൊടുത്തിട്ടില്ല, ഇല്ലെങ്കിൽ പ്രോപ്പറായിട്ട് പേപ്പർ സൈൻ ചെയ്തിട്ടില്ലെങ്കിൽ എത്ര കറക്റ്റ് ആയിട്ടുള്ള കേസ് ആണെങ്കിലും വാദിക്കുവാനോ ജയിക്കുവാനോ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങളുടെ സകല ആവശ്യങ്ങളും കർത്താവിന്റെ കരങ്ങളിൽ സ്തോത്രത്തോടെ ഏൽപ്പിച്ചാൽ എന്നും പക്ഷപാതം ചെയ്യുന്നവനുണ്ട്. നമ്മൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നവൻ, നമ്മൾക്ക് വേണ്ടി പിതാവിന്റെ വലതുവശത്ത് എന്നും പക്ഷപാതം ചെയ്യുന്നവരുണ്ട്. ആ പക്ഷപാതം നമ്മൾക്ക് വേണ്ടി ഉണരുമ്പോൾ കൃപാസനത്തോട് അടുത്തു വരികയാണ്. ഇന്ന് ചിലർ പ്രാർത്ഥിക്കണം, യേശുവേ എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത സകല നല്ല ദാനങ്ങൾക്കും ഉപകാരങ്ങൾക്കായും സ്തോത്രം. നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചാൽ ഇന്ന് നമ്മൾക്ക് വേണ്ടി ഒരു കൃപാവസനം ഉണർന്നിരിക്കും. പലപ്പോഴും നമ്മളുടെ പ്രശ്നം നമ്മൾ സ്തോത്രത്തോടല്ല, നമ്മളുടെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ ഭരമേൽപ്പിക്കുന്നത് പിറുപിറുപ്പോടുകൂടിയാണ്. നമ്മളുടെ ആവശ്യങ്ങൾ നമ്മൾ സ്തോത്രത്തോടല്ല, പലപ്പോഴും ഭാരത്തോടെ ദൈവസന്നിധിയിൽ ഏൽപ്പിക്കുന്നത്. ആവശ്യ ഭാരത്തോടെ കരയുന്നവർ, അതിനകത്ത് ഒരു തെറ്റുമില്ല. എങ്കിലും എത്ര ഭാരത്തോടെ നമ്മളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കരഞ്ഞ് ദൈവസന്നിധിയിൽ കൊടുക്കുമ്പോഴും ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത് മറക്കരുത്, സ്തോത്രത്തോടായിരിക്കണം. ഒരു രോഗസൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവം എനിക്ക് തന്ന രോഗസൗഖ്യങ്ങൾക്കായും മാത്രമല്ല എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ആരോഗ്യത്തോടെ നടത്തിയതിനും രണ്ടിനും സ്തോത്രം പറഞ്ഞിട്ട്, എങ്കിലും ഇന്ന് എൻ്റെ ജീവിതത്തിൽ വന്നിരിക്കുന്ന ഈ രോഗത്തിന് കർത്താവേ ഒരു സൗഖ്യം ആവശ്യമാണ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനത്തിന്റെ വെളിച്ചത്തിൽ പറയട്ടെ, സ്തോത്രത്തോടെ ദൈവസന്നിധിയിൽ അർപ്പിക്കുന്ന സകല പ്രാർത്ഥനകൾക്കും എൻ്റെ ദൈവം മറുപടി തന്നിരിക്കും. കൃപാസനത്തെ ഉണർത്തുവാൻ ഇതാ നമുക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്ന ഒരു മധ്യസ്ഥൻ. രണ്ട്, യേശു കർത്താവിന്റെ രക്തത്താൽ മാത്രമേ ആ കൃപാസനത്തോട് അടുത്ത് ചെല്ലുവാൻ സാധിക്കുകയുള്ളൂ. സ്തുതിയും സ്തോത്രവും ഉയരുമ്പോൾ കൃപാസനം നമ്മൾക്ക് വേണ്ടി ഉണർന്നിരിക്കും. കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചു, ഒബീഡിയൻസ്, അനുസരണമുണ്ടെങ്കിൽ ഈ കൃപാസനം ഉണർന്നിരിക്കും. Now, how does grace come? കൃപ എങ്ങനെ വരുന്നു? ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുക. ഇന്നത്തെ വിഷയത്തിന് ഒരു ടൈറ്റിൽ കൊടുക്കാൻ കഴിഞ്ഞ മുമ്പത്തെ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചു the throne of grace, കൃപാസനം. കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചു the courts of justice, ന്യായാസനം. എന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഒരു വാക്കിൽ പറഞ്ഞാൽ ഗ്രേസ് അപ്പോൺ ഗ്രേസ്. നമ്മൾ വായിച്ച കുറിവാക്യം കൃപ മേൽ കൃപ. പാപം ചെയ്തിട്ട് കൃപ പെരുകുവാനല്ല, പകരം കൃപ മേൽ കൃപ പെരുകുകയാണെങ്കിൽ അതിനേക്കാൾ വലിയത് നമ്മുടെ ജീവിതത്തിൽ മറ്റൊന്നുമില്ല. കൃപ മേൽ കൃപ പെരുകുവാൻ. ഒന്നുകൂടെ ശബ്ദമേർത്തി പറഞ്ഞാട്ട്, കൃപ മേൽ കൃപ. എങ്ങനെയാണ് കൃപ വരുന്നത്? 133 സങ്കീർത്തനം വായിക്കുന്നില്ല. 133 സങ്കീർത്തനം 3 വാക്യത്തിൽ ദൈവത്തിന്റെ പ്രധാനപ്പെട്ട ഒരു തത്വം, ഫിലോസഫി, പ്രിൻസിപ്പിൾ, however you address it, ദൈവത്തിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തന ശൈലി, അതിന്റെ ഒരു ആശയം കാണുവാൻ സാധിക്കും. കാണുന്നത് ഇങ്ങനെയാണ്. ആ സങ്കീർത്തനം മുഴുവൻ വായിച്ചാൽ ഇങ്ങനെ കാണുവാൻ സാധിക്കും, അഹരോന്റെ തലയിൽ നിന്നും താടിയിലേക്കും ഒഴുകിയ അഭിഷേകത്തിന്റെ തൈലം പോലെ അനുഗ്രഹമാണെങ്കിലും കൃപയാണെങ്കിലും ദൈവസന്നിധിയിൽ നിന്ന് വരുന്ന സകലതും ആ സ്ട്രാറ്റജിയിൽ, ആ ഒരു രീതിയിൽ മാത്രമേ ദൈവം അയക്കുകയുള്ളൂ. ഫ്രം ദി ഹെഡ് to the beard and then to the skirts, to the garments, വസ്ത്രത്തിന്റെ വിളിമ്പ് വരെ ഒഴുകുന്ന അഭിഷേകമോ അനുഗ്രഹമോ കൃപയോ എന്തുമെങ്കിലും വേണമോ തലമേൽ മാത്രമേ വ്യാപരിക്കുകയുള്ളൂ. That's the reality, that's the word. അതാണ് ദൈവവചനത്തിന്റെ പ്രമാണം. തലമേൽ വ്യാപരിക്കുന്നത്. ക്രിസ്തുയേശു നമ്മൾക്കായി ധാരാളം അഭിഷേകമുള്ളവനായി, നമുക്ക് വേണ്ടി അളവില്ലാതെ അഭിഷേകമുള്ളവനാകിയാൽ സഭയ്ക്കകത്തേക്ക് അഭിഷേകം ഒഴുകുവാൻ, അളവില്ലാത്ത അഭിഷേകത്താൽ സഭയെ നിറയ്ക്കുവാൻ സാധിക്കുന്ന ഒരു ദൈവത്തിന്റെ പ്രവൃത്തിയെ നമ്മൾ മനസ്സിലാക്കിയേ പറ്റത്തുള്ളൂ. എങ്കിലും സഭയ്ക്കകത്ത് മാത്രമല്ല, ഓരോ കോൺഗ്രിഗേഷൻസ്, ഓരോ കൂട്ടങ്ങളിൽ, ഓരോ കുടുംബങ്ങളിൽ, ഓരോ വ്യക്തി ജീവിതങ്ങളിൽ ദൈവം ഒരു അഭിഷേകം, ഒരു കൃപ, ഒരു നന്മ പകരണമെങ്കിൽ അത് തലയിൽ നിന്നും അത് ശരീരത്തിലേക്ക്, താടിയിലേക്കും ശരീരത്തിലേക്കും അങ്ങനെ മാത്രമേ ഒഴുകുകയുള്ളൂ.
അതുകൊണ്ടാണ് മാതാപിതാക്കളെ ബഹുമാനിക്കണം എന്നുള്ള ദൈവത്തിന്റെ പ്രമാണം. അതുകൊണ്ടാണ് ഭാര്യമാരെ ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ടിരിപ്പീൻ എന്നുള്ള പ്രമാണം. അതുകൊണ്ടാണ് വിശ്വാസികൾ സഭയിൽ ദൈവമാക്കിയിരിക്കുന്ന ഇടയന്മാർക്ക് കീഴ്പ്പെട്ടിരിക്കണം എന്ന് പറയുവാൻ കാര്യം. എവിടെ കീഴ്പ്പെട്ടിരിക്കുവാൻ സാധിക്കുമോ, താണിരിക്കുവാൻ സാധിക്കുമോ, അവിടെ മാത്രമേ കൃപ പകരപ്പെടുകയുള്ളൂ. താണിരിക്കുവാൻ സാധിക്കുകയില്ലെങ്കിൽ, ബലമുള്ള കരത്തിന്റെ കീഴിൽ താണിരിക്കുവാൻ മാത്രമല്ല, നമ്മളെ ദൈവമാക്കിയിരിക്കുന്ന സമൂഹത്തിൽ ആക്കിയിരിക്കുന്ന സ്ഥാനത്ത് ഞാനാണോ വലുത്, നീയാണോ വലുത് എന്നുള്ള ഈഗോ ക്ലാഷ് മുതൽ താഴ്മയോടെ താണിരിക്കേണ്ടിടത്ത് താണിരിക്കുവാൻ സാധിക്കുന്നില്ലെങ്കിൽ കൃപ പകരപ്പെടുകയില്ല. അതിനൊരു ആമേൻ പറഞ്ഞെങ്കിൽ കൊള്ളാമായിരുന്നു. അത് ഞാൻ പറയുമ്പോൾ വാക്യം എടുത്ത് വായിക്കാം. ഇന്ന് ആ വാക്യം വായിച്ചിട്ടേ ഉള്ളൂ. ഗവൺമെന്റ് തലത്തിൽ കീഴടങ്ങിയിരിക്കേണ്ടിടത്ത് കീഴടങ്ങിയിരിക്കണം. അധികാരികൾക്ക് കീഴടങ്ങേണ്ടിടത്ത് കീഴടങ്ങണം. ടീച്ചേഴ്സിനോട് മറുതലിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരോട് പറയട്ടെ, ടീച്ചേഴ്സിനോട് മറുതലിക്കല്ല, അധികാരത്തിന് കീഴ്പ്പെട്ടിരിക്കണം. കാര്യം സകല അധികാരവും ദൈവത്താൽ മാത്രമേ വരികയുള്ളൂ. സകല അധികാരങ്ങളും, ഓഫ് കോഴ്സ് there are oppressive governments, ഒപ്രസീവായി പീഡിപ്പിക്കുന്ന അധികാരങ്ങളുണ്ട്. അങ്ങോട്ട് വായിക്കുന്നതിന് മുമ്പേ ഈ ആശയം ഒന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. തലയിൽ നിന്നും താടിയിലേക്ക് രണ്ട് കാര്യങ്ങൾ. ഒന്ന് കീഴ്പ്പെട്ടിരിക്കുന്നതും, രണ്ട് അലൈൻ ചെയ്തിരിക്കുന്നതും. അലൈൻമെന്റ് രണ്ടും വലിയ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. കീഴ്പ്പെട്ടാണെങ്കിലും അലൈൻഡ് അല്ല പലരും. അലൈൻമെന്റ് എന്ന് പറഞ്ഞാൽ ഇതേ വാക്യത്തിന്റെ വെളിച്ചത്തിൽ പറയാം, തല ഒരിടത്തും താടി മറ്റൊരിടത്തും ഒരിക്കലും ഇരിക്കത്തില്ല. തലയുടെ കൃത്യം അലൈൻഡ് ആയിട്ട് മാത്രമേ താടി ഇരിക്കുകയുള്ളൂ. പലരും താഴ്മയുണ്ടെങ്കിലും അലൈൻഡ് അല്ല. ലീഡർഷിപ്പുമായി ഒട്ടും അലൈൻഡ് അല്ലെങ്കിൽ ഞാൻ പറയട്ടെ, അഭിഷേകം താടിയിലേക്ക് വ്യാപരിക്കുകയില്ല. കാര്യം ഇറ്റ് ഹാസ് ടു ബി അലൈൻഡ്. ആ ഒഴിച്ചാൽ, അത് പകരപ്പെട്ടാൽ, അത് താഴോട്ട് വരുമ്പോൾ കൃത്യ സ്ഥാനത്തുണ്ടായിരിക്കണം. 2-3 ഉദാഹരണങ്ങൾ പറയാം. ഒന്ന്, പഴയ നിയമത്തിൽ കോര എന്നൊരു പേര് കാണുവാൻ സാധിക്കും. പഴയ നിയമത്തിൽ ദാഥാൻ എന്നൊരു പേര് കാണുവാൻ സാധിക്കും. അബീറാം എന്നൊരു പേര് കാണുവാൻ സാധിക്കും. അനേക പേരുകൾ കാണുവാൻ സാധിക്കും. ഇവരുടെയൊക്കെ പ്രത്യേകതകൾ എന്തായിരുന്നു? ഇവർ, ദൈവത്തിന്റെ വചനം പറയുന്നു, they were ministers. അവർ ശുശ്രൂഷകന്മാരായിരുന്നു. അവരെ കുറിച്ച് പറയുന്നു, മോശ പറയുന്നത്, മറ്റുള്ള സാധാരണക്കാരുടെ ഇടയിൽ നിന്നും നിങ്ങളെ ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്കായി വേർതിരിച്ചത് നിസ്സാരമായി തള്ളിക്കളയരുത്. നിങ്ങളുടെ ജീവിതത്തിൽ ശുശ്രൂഷയ്ക്ക് ഒരു വിളി ഉണ്ടായിരുന്നു. യു ഹാഡ് ദി ഓപ്പർച്യൂണിറ്റി ടു മിനിസ്റ്റർ. ശുശ്രൂഷിക്കുവാൻ നിങ്ങൾക്കൊരു അവസരമുണ്ടായിരുന്നു. അവരെ കുറിച്ച് പറയുന്നു, അവർ ജനത്തിന്റെ ഇടയിൽ മൂപ്പന്മാരായിരുന്നു. അവരെ കുറിച്ച് പറയുന്നു, അവർ ജനത്തിന്റെ ഇടയിൽ പ്രഭുക്കന്മാരായിരുന്നു. അവർ ജനത്തിന്റെ ഇടയിൽ നേതാക്കന്മാരായിരുന്നു. ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ they were famous. അവരെ ആൾക്കാർ അറിഞ്ഞിരുന്നു. they were men of renown. അവർ വളരെയധികം മറ്റുള്ളവരാൽ പ്രശംസിക്കപ്പെട്ടവരാണ്. അഭിഷക്തന്മാരായിരുന്നു, പ്രവചിച്ചവരായിരുന്നു അനേകർ. മോശയുടെ മേലുള്ള അതേ ആത്മാവിനെ എടുത്ത് 70 പേരുടെ മേൽ പകരപ്പെട്ടത് മറക്കരുത്. 2 പേർ പാളയത്തിൽ അവർ മാറിയിരുന്നു. എങ്കിലും മാറിയിരുന്നവരുടെ മേലും അഭിഷേകം വന്നു. അഭിഷക്തർ, ദൈവത്തിന്റെ വചനം പറയുന്നു, പ്രവചിക്കുന്നവർ. പ്രവചിച്ചപ്പോൾ ഇതാ യോശുവ എന്ന് പറയുകയാണ്, മോശയോട് പറയുകയാണ്, അയ്യോ അവരെ വിലക്കണം, അവരിങ്ങനെ പ്രവചിക്കരുത്. മോശ പറയുന്നു, സകലരും പ്രവചിച്ചെങ്കിൽ എന്ത് നന്നായിരുന്നു. എല്ലാവരും പ്രവചിച്ചായിരുന്നെങ്കിൽ, എല്ലാവരുടെ മേലും ആത്മാവ് വന്നായിരുന്നെങ്കിൽ എന്ത് നന്നായിരുന്നു. ഈ പ്രവചിക്കുന്നത് ദുരാത്മാവിനാലാണ് എന്ന് പറഞ്ഞില്ല, ആത്മാവിനാൽ പ്രവചിച്ചു. മോശയുടെ മേലുള്ള അതേ ആത്മാവിനെ എടുത്ത് 70 പേർക്ക് പകരപ്പെട്ടു. എങ്കിലും വായിച്ചാട്ട് യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ, യഹോവയുടെ ദാസനായ മോശയുടെ മരണശേഷം യഹോവ നൂന്റെ മകനായി മോശയുടെ ശുശ്രൂഷകനായ യോശുവയോട് അരുളി ചെയ്തത്, മതി. പ്രഭുക്കന്മാർ, പ്രിൻസസ്, ഫേമസ്, പ്രവചിക്കുന്നവർ, മോശയുടെ അതേ ആത്മാവുള്ളവർ, ആ ആത്മാവിനെ എടുത്തു കൊടുത്തവർ അല്ല. ഒത്തിരി നല്ല കാര്യങ്ങൾ പറയുവാനുണ്ട്. അന്നും യോശുവ മോശയുടെ കൈക്ക് വെള്ളം ഒഴിക്കുമ്പോൾ ഇതാ ആലയത്തിൽ ശുശ്രൂഷിക്കുവാൻ വിളിക്കപ്പെട്ടവർ അവരെല്ലാം ഒരു വശത്ത് നിൽക്കുമ്പോൾ ദൈവം പറയുകയാണ്, യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യമായപ്പോൾ പറയുകയാണ്, എനിക്ക് ഇസ്രായേൽ ജനത്തെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകുവാൻ, വാഗ്ദത്ത ദേശത്തിലേക്ക് കൊണ്ടുപോകുവാൻ ഒരു താല്പര്യമുണ്ട്. എങ്കിലും മോശയുടെ മേൽ പകർന്ന ആത്മാവിനെ 70 പേരുടെ മേൽ പകർന്നവരുടെ ഇടയിൽ നിന്ന് ഒരുവനെ അല്ല ഞാൻ നോക്കുന്നത്. പ്രഭുക്കന്മാരും നേതാക്കന്മാരുമായവരെ അല്ല ഞാൻ നോക്കുന്നത്. ഞാൻ നോക്കുന്നത് ഇതാ തലയിൽ ഒഴിക്കപ്പെട്ട അഭിഷേകം, അത് സ്വീകരിക്കുവാൻ തയ്യാറായ ഒരു യോശുവയുണ്ടോ? Were you aligned to the leadership? നിങ്ങൾ നേതൃത്വത്തോട് ചേർന്ന് നിന്നോ?
അവിടെയാണ് അഭിഷേകം വ്യാപരിക്കുന്നത്. അധികാരത്തിന് കീഴ്പ്പെട്ടു നിന്നോ, അവിടെയാണ് അഭിഷേകം വ്യാപരിക്കുന്നത്. സാമ്പത്തിക നന്മകളാണെങ്കിലും അഭിഷേകമാണെങ്കിലും അല്ല, ഇന്നത്തെ ആ ചിന്താവിഷയത്തോടുള്ള ബന്ധത്തിൽ പറയട്ടെ, കൃപയാണെങ്കിലും അധികാര സ്ഥാനത്ത് ആക്കിയവരോട് ചേർന്നും അതിന്റെ കീഴിൽ നിന്നെങ്കിൽ മാത്രമേ കൃപയും അഭിഷേകവും നന്മകളും അനുഗ്രഹങ്ങളും പകരപ്പെടുകയുള്ളൂ. അത് സഭയിലായിരിക്കും, അത് രാജ്യത്തായിരിക്കും, അതൊരു ബിസിനസ്സിലായിരിക്കും, അതൊരു ഭവനത്തിലായിരിക്കും. ചേർന്നും കീഴ്പ്പെട്ടും നിൽക്കുന്നവർക്ക് മാത്രമേ അഭിഷേകത്തിന്റെയും കൃപയുടെയും പകർച്ച ലഭിക്കുകയുള്ളൂ. ഒരു വാക്യം കൂടെ വായിച്ചാട്ടെ. തീമോഥെയോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 2-ാം വാക്യം. ഞാൻ പറഞ്ഞു, there are oppressive governments. ഏത് മാതാപിതാക്കളിൽ നിന്നും, ഏത് സഭയിൽ നിന്നും, ഏത് രാജ്യത്തിലും, ഏത് ബിസിനസ്സിലും, ഏത് ജോലി സ്ഥലത്തും ഒപ്രസീവ് ആയിട്ടുള്ള അധികാര സ്ഥാനങ്ങൾ വരുവാൻ സാധ്യതയുണ്ട് എന്ന് മറക്കാതെ ഈ വാക്യം വായിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. തീമോഥെയോസ് 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം. എന്നാൽ സകല മനുഷ്യർക്കും നാം സർവഭക്തിയോടും ഘനത്തോടും കൂടെ സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവനം കഴിക്കേണ്ടതിന് വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷവാദവും സ്തോത്രവും ചെയ്യണം എന്ന് ഞാൻ സകലത്തിനു മുമ്പേ പ്രബോധിപ്പിക്കുന്നു. അനേക കാര്യങ്ങൾ ഈ വാക്യത്തിന്റെ വെളിച്ചത്തിൽ പറയുവാൻ ആഗ്രഹിക്കുന്നെങ്കിലും സഭയെ ഓർപ്പിക്കട്ടെ, പ്രശ്നങ്ങൾ വരുമ്പോൾ പ്രശ്നങ്ങൾ കൊണ്ടുവന്ന പിശാചിനെ ശാസിക്കുന്ന നല്ലതാ. എങ്കിലും പിശാചിനെ ശാസിക്കുന്നതിന്റെ മുൻപേ അധികാരത്തിൽ ഇരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ പലപ്പോഴും പിശാചിനെ ശാസിക്കേണ്ടി വരത്തില്ല. രാജ്യത്തിലുള്ള പ്രൈം മിനിസ്റ്റർ, പ്രസിഡന്റ്, ചീഫ് മിനിസ്റ്റർ, നമ്മുടെ അധികാര സ്ഥാനത്ത് ദൈവമാക്കിയിരിക്കുന്നവർക്ക് വേണ്ടി സഭ പ്രാർത്ഥിച്ചാൽ പിന്നെ പ്രശ്നത്തിൽ നിന്നും ഒഴിവാക്കണമേ, പിശാചിനെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കേണ്ട ആവശ്യം വരത്തില്ല. അധികാര സ്ഥാനത്തിരിക്കുന്നവർക്ക് വേണ്ടി സ്തോത്രത്തോടെ, നന്ദിയോടെ, മധ്യസ്ഥതയോടെ പ്രാർത്ഥിക്കുവാൻ ദൈവത്തിന്റെ വചനം നമ്മളെ പ്രബോധിപ്പിക്കുന്നു. നമ്മൾക്ക് മീതെ ഓഫീസിലായിരിക്കുന്ന മാനേജേഴ്സ്, നമ്മൾ ആരുടെ കീഴിൽ ജോലി ചെയ്യുന്നോ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വചനം നമ്മളെ പ്രബോധിപ്പിക്കുന്നു. നമ്മളുടെ പാസ്റ്റേഴ്സ്, നമ്മളുടെ മാതാപിതാക്കൾ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം നമ്മളെ പ്രബോധിപ്പിക്കുന്നു. എങ്കിൽ മാത്രമേ നമ്മൾ ജീവിതത്തിൽ നല്ല കൃപയോടെ, നല്ല സ്വസ്ഥതയോടെ, സമാധാനത്തോടെ നല്ലൊരു ജീവിതം നയിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ പ്രശ്നത്തെ ഒത്തിരി ശാസിക്കേണ്ടി വരും. ചിലരങ്ങനെ പ്രശ്നത്തെ ശാസിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ. കറണ്ട് പോയാൽ അന്ധകാര ശക്തികളെ ശാസിച്ചു കളയും. ബൾബ് ഫ്യൂസ് ആയാലും അന്ധകാര ശക്തികളെ ശാസിക്കും. ബൾബ് ഫ്യൂസ് ആയാൽ അന്ധകാര ശക്തിയെ ശാസിക്കും, നല്ലതാ. പക്ഷെ ആദ്യം ബൾബ് ചേഞ്ച് ചെയ്താൽ ഒത്തിരി കൂടെ വ്യത്യാസമുണ്ട്. ചിലപ്പോൾ മെയിൻ സ്വിച്ച് ഓൺ ചെയ്താൽ മതിയായിരിക്കും, ട്രിപ്പ് ആയതായിരിക്കും. നേരം പോയി അന്ധകാര ശക്തിയെ ശാസിക്കുകയല്ല, പോയി ചെയ്യേണ്ടത് ചെയ്താൽ മതി. നമ്മളിൽ പലരും പലപ്പോഴും ദൈവത്തിന്റെ വചനത്തിന്റെ പ്രമാണം അനുസരിക്കാതെ നമ്മൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യും, പലതിനെയും ശാസിക്കും. ദൈവത്തിന്റെ വചനം പറയുന്നു, അധികാര സ്ഥാനത്തുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലെങ്കിൽ ചിലപ്പോൾ they may become oppressive. ജോലി സ്ഥലത്ത് നിങ്ങൾക്ക് മീതെ അധികാരമുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ ചിലപ്പോൾ അവർ വല്ലാത്ത പ്രശ്നത്തിൽ കൂടെ പോകും. കഴിഞ്ഞ ദിവസം ഒരു ഫാമിലിയുമായി സംസാരിക്കുകയായിരുന്നു. ആ ഫാമിലിയിൽ ആ കുഞ്ഞുങ്ങൾ എന്നോട് പറഞ്ഞത്, പാസ്റ്ററെ, ഞങ്ങളുടെ മാതാപിതാക്കൾ എക്സ്ട്രീംലി, ഓഫ് കോഴ്സ് അവർ എഡ്യൂക്കേറ്റഡ് അല്ല, അവർക്ക് വിദ്യാഭ്യാസം കുറവ്, എങ്കിലും ഞങ്ങളെ കണ്ടമാനം കോപിപ്പിക്കുകയും ഇറിറ്റേറ്റ് ചെയ്യുകയും വല്ലാതെ ഞങ്ങൾക്ക് വിരോധമായി ഞങ്ങളെ അങ്ങ് വല്ലാതെ കഷ്ടപ്പെടുത്തുകയും. My advice based on the word, വചനത്തിന്റെ വെളിച്ചത്തിൽ പറയട്ടെ, പ്രാർത്ഥിക്കുക, pray for them. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ചിലപ്പോൾ നമ്മളെ പീഡിപ്പിക്കുന്ന പലതും സ്ഥാനമില്ലാതെ ഒഴിഞ്ഞു മാറുകയും നമുക്ക് സ്വസ്ഥതയുള്ള ഒരു ജീവിതം നയിക്കുവാൻ സാധിക്കുകയും ചെയ്യും. കൃപ പകരപ്പെടുവാൻ അധികാരത്തിന് കീഴ്പ്പെട്ടും അധികാരത്തോട് ചേർന്നും മാത്രമല്ല അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചും നിന്നാൽ കൃപ അധികം പകരപ്പെട്ടിരിക്കും. പലപ്പോഴും ഇത് നമ്മൾ മനസ്സിലാക്കാറില്ല. നമ്മുടെ ജീവിതത്തിൽ കൃപ ലീക്ക് ഔട്ട് ആകാൻ കാര്യം, കൃപ പ്രാപിക്കുവാൻ, ഓ മൈ ഗുഡ്നസ്, നമ്മുടെ സമയം മുൻപോട്ട് പോകുന്നല്ലോ. ഇന്ന് ഏറ്റവും പ്രധാനമായി ഞാൻ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്, കൃപമേൽ കൃപ വന്നാൽ അതിന്റെ നന്മകൾ എന്താണ്? അങ്ങോട്ട് അടുത്ത 5 മിനിറ്റ് ഞാൻ വരാം. അതിനു മുമ്പ് 1-2 കാര്യങ്ങൾ പറയട്ടെ. Why does grace leak? ഒരു ടാപ്പിൽ നിന്നും ചോർന്നു പോകുന്ന വെള്ളം പോലെ നമ്മുടെ ജീവിതത്തിൽ ദൈവം പകരുന്ന കൃപ എന്താണ് നഷ്ടപ്പെട്ടു പോകാൻ കാര്യം? നമ്മൾ ബന്ധങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ ദൈവം വെച്ചിരിക്കുന്ന വ്യക്തികളെ നമ്മൾ മാനിക്കുവാനോ ബഹുമാനിക്കുവാനോ അംഗീകരിക്കുവാനോ പഠിച്ചിട്ടില്ല. Can I repeat that? നമ്മുടെ ജീവിതത്തിൽ ദൈവം വെച്ചിരിക്കുന്ന ബന്ധങ്ങൾക്ക് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കുവാൻ അറിയത്തില്ലെങ്കിൽ നമ്മളുടെ മേൽ വരേണ്ട കൃപ അത് മാറിപ്പോയിരിക്കും.
ആൾക്കാരുടെ വാല്യൂ അറിഞ്ഞിരിക്കണം. വി ആർ ഡീസെൻസിറ്റൈസ്ഡ്. പലപ്പോഴും നമ്മൾക്ക് അതിനെക്കുറിച്ച് അറിയുവാൻ സാധിക്കുന്നില്ല. എല്ലാവരും ഒരുപോലെയാണ്. വഴിയിൽ കണ്ടവരും അടുത്ത് ബന്ധം പുലർത്തേണ്ടി വരും. എന്ത് വ്യത്യാസം എന്നറിയാൻ വയ്യാതെ we sometimes are not sensitized. നമ്മൾക്കറിയത്തില്ല. ഒരിക്കൽ ഈ സഭയിൽ ഒരു മരണത്തെ തുടർന്ന് ജെയിംസ് അങ്കിൾ പറഞ്ഞൊരു ആശയം, ഇറ്റ്സ് etched in my mind. എൻ്റെ മനസ്സിൽ വളരെ ശക്തമായി വന്നൊരാശയം. എന്നോട് പറഞ്ഞു, പാസ്റ്റർ, ഒരു കാര്യം ഞാൻ തിരിച്ചറിയുന്നു. ഒരു വ്യക്തി, ഒരു പൈതൽ ജനിക്കുന്നിടം മുതൽ ഒരു വ്യക്തിയുടെ മരണം വരെ കൂടെ നിൽക്കുവാൻ ദൈവമാക്കിയിരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഒരു ഫാമിലി ഉണ്ട്. യെസ്, സഭയുണ്ട്. സഭയുടെ സ്ഥാനം ബഥേലേജിയെ കുറിച്ച് മാത്രമല്ല ഞാൻ പറയുന്നത്. ബഥേലേജിൽ ശ്രദ്ധിക്കുന്നവർക്കായി സ്തോത്രം. എവിടെയെങ്കിലുമൊക്കെ ദൈവം നമ്മളെ ആക്കുന്നിടത്ത്, നമ്മളെ ആക്കിയിരിക്കുന്ന കമ്മ്യൂണിറ്റിയിൽ കൊടുക്കേണ്ടവർക്ക് കൊടുക്കേണ്ട മാന്യത, കൊടുക്കേണ്ടവർക്ക് കൊടുക്കേണ്ട ബഹുമാനം, ജനനം മുതൽ മരണം വരെ കൂടെ നിൽക്കുവാൻ നമ്മളെ ആക്കിയിരിക്കുന്ന കുടുംബങ്ങളിൽ, നമ്മളെ ആക്കിയിരിക്കുന്ന സഭകളിൽ നമ്മൾ കൊടുക്കേണ്ട ബഹുമാന്യതയും ഭക്തിയും, നമ്മൾ കാണിക്കേണ്ട താഴ്മയും കാണിച്ചാൽ, ഞാൻ പറയട്ടെ, പലരുടെയും ജീവിതത്തിൽ വച്ചിരിക്കുന്ന കൃപ നഷ്ടമാകാതെ അനുഭവിക്കുവാൻ സാധിക്കും. Recognize the value of people. നമ്മുടെ ജീവിതത്തിൽ കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയത്തില്ല. കണ്ണ് പോയി കഴിയുമ്പോഴേ കണ്ണിൻ്റെ വില അറിയത്തുള്ളൂ. പലരും നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നിരിക്കുന്നതിൻ്റെ വില നമ്മൾക്കറിയത്തില്ല. നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, നമ്മളോട് ചേർന്ന് നിൽക്കുവാൻ, നമ്മളെ സഹായിക്കുവാൻ ആക്കിയിരിക്കുന്നവരോടുള്ള മാന്യത, അവരില്ലാത്തപ്പോൾ അവരെ പരിഹസിക്കാതിരിക്കുവാൻ, അവർക്ക് വിരോധമായി സംസാരിക്കാതിരിക്കുവാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അങ്ങോട്ട് ശ്രദ്ധ തിരിച്ചാൽ, ഞാൻ പറയട്ടെ, പലരുടെയും ജീവിതത്തിൽ നമ്മൾ കൃപയ്ക്ക് പാത്രങ്ങളായി ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുക. കൃപ നഷ്ടപ്പെടാതെ സൂക്ഷിച്ചാൽ മതി. ഒറ്റ മധ്യസ്ഥ പ്രാർത്ഥനയുടെ മുൻപിൽ ഞാൻ പറയട്ടെ, ചിലർക്ക് വേണ്ടി എന്ന് പകക്കാൻ, ഐ ഡോണ്ട് നോ, ആസ് എ സ്പിരിച്വൽ പ്രൊഫറ്റിക് വേർഡ് ഞാൻ പറയുക, ചിലർ അവരുടെ മാതാപിതാക്കൾക്ക് വേണ്ടി, ചിലർ അവരുടെ ശുശ്രൂഷകന്മാർക്കായി, ചിലർ അവരുടെ അധികാര സ്ഥലങ്ങളിൽ ഇരിക്കുന്നവർക്ക് വേണ്ടി ഒന്ന് മുഴങ്കാൽ മടക്കി അവരെ അനുഗ്രഹിക്കണമേ, അവർക്ക് നന്മ ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചാൽ, ഒരുപക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ ബ്ലോക്കായി കിടക്കുന്ന വലിയ അനുഗ്രഹങ്ങൾ, വലിയ കൃപകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പകരുവാൻ എന്റെ ദൈവം ആഗ്രഹിക്കുകയാണ്. എൻ്റെ ആവശ്യം, എൻ്റെ വിവാഹം, എൻ്റെ ഭാവി, എൻ്റെ നന്മ, എൻ്റെ കുഞ്ഞുങ്ങൾ, അധികാരത്തിൽ നമ്മൾക്ക് കീഴെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മൾക്കറിയാം. നമുക്ക് മീതെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അഭ്യസിക്കുന്നവരുണ്ടോ? ദൈവത്തിൻ്റെ കൃപയിൽ ഞാൻ ഓർപ്പിക്കട്ടെ, ഇൻ യോർ ലൈഫ് ദൈവത്തിൻ്റെ കൃപ വർദ്ധിച്ചു വന്നിരിക്കും. റെക്കഗ്നൈസ് ദ വാല്യൂ ഓഫ് പീപ്പിൾ. രണ്ട്, മറുതലിപ്പ് അതൊരു വികാരവുമാണ്. ചിലപ്പോൾ അതിൻ്റെ അകത്തൊരു ആത്മാവും വ്യാപരിക്കും. മറുതലിപ്പിന്റെ വികാരവും മറുതലിപ്പിന്റെ ആത്മാവും, റിബല്യൻ. ഞാനിത് ചെയ്യാനിരുന്നതാ, പക്ഷേ നിങ്ങൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇനി ഞാൻ ചെയ്യത്തില്ല. റിബല്യൻ, മറുതലിപ്പ്. ഞാൻ തീരുമാനിച്ചു വന്ന ഇത് ചെയ്യാൻ, എങ്കിലും ആ വ്യക്തി അത് പറഞ്ഞത് കൊണ്ട് കേൾക്കത്തില്ല, കീഴ്പ്പെടത്തില്ല. മറുതലിപ്പ്. ഇങ്ങോട്ട് വരാനിരിക്കുകയായിരുന്നു, പക്ഷെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് അങ്ങോട്ട് പോവുകയാണ്. മറുതലിപ്പ്, റിബല്യൻ. ഒരു മനോഭാവമാണെങ്കിൽ കൃപ തടയും. അതിൽ ഡേഞ്ചറസ്, പൊട്ടൻഷ്യൽ ഡേഞ്ചർ. അതൊരു ആത്മാവായി പോയെങ്കിൽ, ആ വികാര പിശാചിന് സ്ഥലം കൊടുത്തെങ്കിൽ, അതൊരു പിശാചിന് ഒരു ആയുധമായി അല്ല, ഒരു പ്ലാറ്റ്ഫോമായി പിശാചിന് സ്ഥാനം കൊടുത്തെങ്കിൽ, ബൈബിൾ പറയുന്നു, give no place to the devil. പിശാചിന് സ്ഥലം കൊടുക്കരുത്. പിന്നെ ഒത്തിരി പ്രാർത്ഥിക്കേണ്ടി വരും, പിന്നെ ഒത്തിരി ഉപവസിക്കേണ്ടി വരും, പിന്നെ ഒത്തിരി കിടന്ന് കരയേണ്ടി വരും. കാര്യം എന്താണ്? എൻ്റെ വികാരമായിരുന്നു, എങ്കിലും ദൈവാത്മാവിനെ അല്ല ഞാൻ ആകർഷിച്ചത്, പിശാചിനെയാണ് ആകർഷിച്ചത്. അങ്ങനെ മറുതലിപ്പിന്റെയോ അനുസരണക്കേടിന്റെയോ അങ്ങനെ കോപത്തിന്റെയോ വികാരമല്ല. ആ കോപം, ആ വികാരം, ആ മറുതലിപ്പ് നിരന്തരം പിശാചിനെ ആകർഷിക്കുവാൻ ഒരു പ്ലാറ്റ്ഫോമായി, ഒരു സ്ഥലമായി പിശാചിന് കൊടുത്തെങ്കിൽ, ചിലപ്പോൾ കോപത്തിന്റെയും മറുതലിപ്പിന്റെയും അനുസരണക്കേടിന്റെയും ആത്മാവ് നമ്മുടെ ഉള്ളിൽ വരും. വികാരവും ആത്മാവും തമ്മിൽ വ്യത്യാസമുണ്ട്. വികാരം, മനോഭാവം, ആറ്റിറ്റ്യൂഡ്, ഇമോഷൻ, ഇറ്റ്സ് മൈ പേഴ്സണൽ പ്രോബ്ലം, അവന്റെ വ്യക്തിപരമായ പ്രശ്നമാണ്. എങ്കിലും കോപത്തെയോ മറുതലിപ്പിന്റെയോ അനുസരണക്കേടിന്റെയോ ആത്മാവ്, കയ്പിന്റെ വേരുകൊണ്ടെങ്കിൽ പ്രശ്നമാണ്. പക്ഷെ കയ്പിന്റെ ആത്മാവ് ഒരാളിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഡേഞ്ചർ. അക്കാര്യം വികാരം, മനോഭാവം എന്റെ അകത്ത് ഒതുങ്ങി നിൽക്കും. ആത്മാവാണെങ്കിൽ പകർന്നിരിക്കും.
നമ്മൾ ആരോട് സഹകരിക്കുന്നു എന്ന് വളരെ ശ്രദ്ധിക്കണം. നിരന്തരം, ഒരിക്കൽ കോപിച്ചത് കൊണ്ട് ഒരാളെ വിടാൻ ഞാൻ പറഞ്ഞില്ല, എങ്കിലും നിരന്തരം കോപത്തെ നിയന്ത്രിക്കുവാൻ കഴിയാതെ ആ കോപം എന്ന വികാരം പിശാചിന് ഒരു പ്ലാറ്റ്ഫോമായി വിട്ടുകൊടുക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സൂക്ഷിച്ചോണം, അകന്നു മാറിക്കോണം. കാര്യം ആ വ്യക്തിയുടെ ജീവിതത്തിൽ കോപം എന്ന വികാരം പിശാചിന്റെ കയ്യിൽ ഒരു ഉപകരണമായി പിശാചിന് സ്ഥലം കൊടുക്കുന്നതായി വന്നു കഴിഞ്ഞാൽ പിശാച് കോപത്തിന്റെ ആത്മാവായി ആ വ്യക്തിയിൽ വ്യാപരിക്കും. ആത്മാവുണ്ടോ മറ്റൊരു വ്യക്തിയിലേക്ക് പകരുവാൻ സാധ്യതയുണ്ട്. പരിശുദ്ധാത്മാവുള്ള ഒരു വ്യക്തി അടുത്തു വന്നിരുന്നാൽ നമ്മളിലേക്കും ആ ചൂട് വ്യാപരിക്കും, നമ്മളിലേക്കും ആ സ്തുതിയുടെ ആത്മാവ് വ്യാപരിക്കും, നമ്മളിലേക്കും ആ കൃപയുടെ ആത്മാവ് വ്യാപരിച്ചിരിക്കും. അതുകൊണ്ട് കൃപയുടെ ആത്മാവിനെ പ്രാപിച്ചിരിക്കുന്ന ഒരു വ്യക്തിയോട് അടുത്തു നിൽക്കുവാൻ സഭയെ ഞാൻ പ്രബോധിപ്പിക്കട്ടെ. കോപത്തിന്റെയും ക്രോധത്തിന്റെയും ആത്മാവുള്ളവരിൽ നിന്നും, മറുതലിപ്പിന്റെ ആത്മാവുള്ളവരിൽ നിന്നും അകന്നു സൂക്ഷിച്ചോ, ഇല്ലെങ്കിൽ പടർന്നു പിടിക്കും. ചിലർക്ക് കൃപ നഷ്ടപ്പെടാൻ കാര്യം ഇറ്റ്സ് എ വെരി വെരി ഡീപ്പ് റൂട്ടഡ് തിങ്, പറഞ്ഞേ പറ്റത്തുള്ളൂ. എങ്കിലും പലർക്കും ഉള്ളൊരു പ്രശ്നം, ദേ വാണ്ട് അറ്റൻഷൻ, മറ്റുള്ളവരെന്നെ ശ്രദ്ധിക്കണം. ഡീപ്പ് റൂട്ടഡ് പ്രോബ്ലം, വളരെ ആഴമേറിയ ഒരു പ്രശ്നം. അവർക്ക് ആൾക്കാരുടെ ശ്രദ്ധ വേണം. ദേ വാണ്ട് പീപ്പിൾ ടു നോട്ടീസ് ദം. അവരെ ആൾക്കാർ ശ്രദ്ധിക്കണം, അവരെ ആൾക്കാർ അംഗീകരിക്കണം, ആൾക്കാർ അവർക്ക് വില കൊടുക്കണം, മാന്യത കൊടുക്കണം. 10 പേര് നിൽക്കുന്ന കൂട്ടത്തിൽ അവർ വന്നു നിന്നാൽ ആരും ശ്രദ്ധിക്കത്തില്ല, തിരിഞ്ഞു നിൽക്കും, ആൾക്കാർ ശ്രദ്ധിക്കത്ത് പോലുമില്ല. ആൾക്കാർ ശ്രദ്ധിക്കണമെങ്കിൽ എന്തെങ്കിലും ആൾക്കാരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നത് വേണം. അതിനാകപ്പാടെ പറയാനുള്ളത്, അറിഞ്ഞായിരുന്നോ, കേട്ടായിരുന്നോ, മറ്റെവിടെ സംഭവിച്ചത് അറിഞ്ഞായിരുന്നോ, ഇയാളുടെ ജീവിതത്തിൽ അപ്പൊ ആൾക്കാർക്ക് എന്തോ പറ്റി. അറ്റ്ലീസ്റ്റ് അങ്ങനെയെങ്കിലും ആൾക്കാരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ, മറ്റൊരാളെ കുറിച്ച് ഒരു കുറ്റം പറഞ്ഞാണെങ്കിലും ശ്രദ്ധ പിടിച്ചു പറ്റാൻ. Don't seek attention. മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ പരിശ്രമിക്കേണ്ട. കൃപ ചിലപ്പോൾ ചോർന്നിരിക്കും. എനിക്ക് മറ്റുള്ളവരുടെ ശ്രദ്ധയേക്കാൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് വലുത് ദൈവത്തിന്റെ കൃപയാണ്. കൃപ ലഭിച്ചോ, മറ്റുള്ളവർ നിന്റെ വീട് തപ്പി നിന്റെ വീട്ടിൽ വന്നിരിക്കും. കൃപ ലഭിച്ചോ, നിന്റെ ഫോൺ നമ്പർ അവർ കണ്ടുപിടിച്ചിരിക്കും. കൃപ ലഭിച്ചോ, നിന്റെ പേര് അവർ അറിഞ്ഞിരിക്കും. കൃപ ലഭിച്ചോ, ലോകത്തിന്റെ അറ്റത്തുനിന്നും നിന്നെ അവർ വിളിച്ചിരിക്കും. കൃപ ലഭിച്ചോ, നീ അന്വേഷിക്കേണ്ട ആവശ്യമില്ല, അത് നിന്നെ അന്വേഷിച്ചു വന്നിരിക്കും. ഇന്ന് പകൽക്കാലം ഞാൻ ചിലരോട് പറയട്ടെ, കൃപ പ്രാപിക്കുവാൻ ജീവിതത്തെ ദൈവസന്നിധിയിൽ വിട്ടുകൊടുക്കുക. നിങ്ങളെ അന്വേഷിച്ച് മറ്റുള്ളവർ വന്നിരിക്കും. നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ കൃപാവരവും അന്വേഷിച്ച് മറ്റുള്ളവർ വന്നിരിക്കും. ശ്രദ്ധ പിടിച്ചു പറ്റുവാൻ പരിശ്രമിക്കുന്നവരുണ്ടോ, അവർ ചിലപ്പോൾ കൃപയിൽ നിന്നും മാറുവാൻ സാധ്യതയുണ്ട്. Can we say this morning, ഇന്ന് രാവിലെ പറയുവാൻ സാധിക്കുമോ, കർത്താവേ എനിക്ക് അങ്ങയുടെ കൃപയാണ് വലുത്. മറ്റുള്ളവരെന്നെ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും, ശ്രദ്ധിച്ചാലും ശ്രദ്ധിച്ചില്ലെങ്കിലും, ആരും അറിയാതെ നസ്രയത്ത് എന്ന ഒരു ചെറിയ ഗ്രാമത്തിൽ ആയിരുന്ന ഒരു പെൺകുട്ടിയുടെ അടുക്കൽ ഇതാ യേശു കർത്താവിന്റെ മാതാവായിരുന്ന മറിയയുടെ അടുക്കൽ ഇതാ ഒരു ദൂതൻ വന്നു. ബത്ലഹേം വന്നു കഴിഞ്ഞപ്പോൾ ആരും അറിഞ്ഞില്ല, എങ്കിലും കൃപ ലഭിച്ചു കഴിഞ്ഞപ്പോൾ ലോകം മൊത്തം അറിഞ്ഞു. ഞാൻ വിശ്വസിക്കുന്നത്, മറിയ വിസിറ്റിംഗ് കാർഡ് കൊടുത്ത് എത്ര കൊടുത്തെങ്കിലും ആ അടുത്തുള്ള പട്ടണത്തിൽ മാത്രമേ അറിയത്തുള്ളൂ. പക്ഷെ ഒരു വിസിറ്റിംഗ് കാർഡും പ്രിന്റ് ചെയ്യാൻ പോയില്ല, ഒരു ഫേസ്ബുക്കിലും പോസ്റ്റ് ഇടാൻ പോയില്ല, വാട്സാപ്പിനകത്ത് പ്രൊമോട്ട് ചെയ്യാൻ പോയില്ല, മാർക്കറ്റ് ചെയ്യാൻ പോയില്ല, നെറ്റ്വർക്ക് ചെയ്യാൻ പോയില്ല. കൃപയ്ക്കായി കാത്തിരുന്നു. കൃപ ലഭിച്ചു, ലോകം മൊത്തം അറിഞ്ഞും കഴിഞ്ഞു. ഇന്ന് ആരെങ്കിലും മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുവാൻ പല സർക്കസും കളിക്കുന്നവരുണ്ടെങ്കിൽ പറയട്ടെ, അതൊക്കെ മടക്കി വെക്കാം. കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ, കൃപ വന്നാൽ ആവശ്യമുള്ള സകലയിടത്തും ദൈവം നമ്മളെ കൊണ്ടുപോയിരിക്കും. താങ്ക് യു ലോർഡ്, ഹല്ലേലൂയ. പലരുടെയും പ്രശ്നം ഇതാ, ദേ വാണ്ട് അറ്റൻഷൻ. ഒടുവിൽ ഒരു കാര്യം കൂടെ പറയാനുണ്ട്, പക്ഷെ ഇച്ചിരി കൂടിപ്പോകും, എന്നാലും പറയാം, സാരമില്ല. കൃപ നഷ്ടപ്പെടാനുള്ള ഒരു കാര്യം, മാനിപ്പുലേറ്റ് ചെയ്യുന്ന ചിലരുണ്ട്. മാനിപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ പല ആവശ്യങ്ങൾക്കായി, പണം മുതൽ ഫ്രണ്ട്ഷിപ്പ് വരെയുള്ള ആവശ്യത്തിനായി ചിലർ ചെയ്യുന്നത് പേടി എന്നുള്ളൊരു വികാരം ഉണർത്തും. പേടി എന്നുള്ള വികാരം ഞാൻ ഓർക്കുന്നുണ്ട്. പണ്ടൊരിക്കൽ എൻ്റെ ഒരു സ്നേഹിതനോട് ഒരാൾ പോയി വലിയൊരു ദൂത് പറഞ്ഞു, നിന്റെ വീട്ടിൽ ഗ്യാസിൻ്റെ സിലിണ്ടർ പൊട്ടിത്തെറിക്കാൻ പോകുകയാണ്. പേടിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മുടെ റെസ്പോൺസസ്, നമ്മുടെ പ്രതികരണങ്ങൾ പല രീതിയിൽ. പിന്നെ വി സീക്ക് ടു ട്രസ്റ്റ് ദം, അവരിൽ അങ്ങ് ആശ്രയിക്കാം, നമ്മുടെ മനസ്സ് അങ്ങോട്ടും പോകും. അതിൻ്റെ അർത്ഥം ദൈവം വാർണിംഗ് തരത്തില്ലെന്നല്ല, ദൈവം വാർണിംഗ് തരും. എങ്കിലും ഞാൻ പറയട്ടെ, ദൈവം വാർണിംഗ് തന്നാൽ അതിൻ്റെ അകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ ഒരു ജ്ഞാനത്തിന്റെ വാക്കും കൂടെ പറയുവാൻ ആഗ്രഹിക്കുക. ഒരിക്കൽ ദാവീദ് രാജാവ് ഇങ്ങനെ പറഞ്ഞു, രാജാവല്ല ബാലനായിരുന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഒരിക്കൽ ഒരു സിംഹവും പിന്നൊരിക്കൽ ഒരു കരടിയും എനിക്ക് വിരോധമായി വന്നു, ഞാൻ അതിനെ എൻ്റെ ദൈവത്തിന്റെ നാമത്തിൽ വലിച്ചു കീറി ദൂരെ കളഞ്ഞു. ഓഫ് കോഴ്സ് ഡേഞ്ചേഴ്സ് വരും, ഓഫ് കോഴ്സ് നമുക്ക് വിരോധമായി ആപത്തുകൾ വരാൻ സാധ്യതയുണ്ട്. വന്നാൽ ദൈവം അത് നമുക്ക് മുൻപിൽ വെളിപ്പെടുത്തി തരും. എങ്കിലും സിംഹവും കരടിയും വരുമ്പോൾ ആടല്ല വഴക്കുണ്ടാക്കേണ്ടത്, ഇടയന വഴക്കുണ്ടാക്കേണ്ടത്, ഇടയന അതിനെ നേരിടേണ്ടത്. പ്രശ്നമുണ്ടെങ്കിൽ
നിനക്ക് ആക്സിഡന്റ് വരുന്നു എന്ന് പറഞ്ഞാൽ പറയണം, ആക്സിഡന്റ് വരുന്നുണ്ടോ, ഞാൻ പ്രാർത്ഥിക്കാം, ഞാൻ അതിനെ നേരിടാം, എൻ്റെ പാസ്റ്ററോട് പോയി പറ. ഇടയ ശുശ്രൂഷയുടെ കീഴിലാക്കിയിരിക്കപ്പെടുന്ന സഭയ്ക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. പ്രവാചകന്മാർ അത്യാവശ്യമാണ്. അവർ ഡേഞ്ചേഴ്സ്, ആപത്തുകളെ കുറിച്ച് പറഞ്ഞിരിക്കും. ബട്ട് ദർ ഷുഡ് ബി നോ മാനിപ്പുലേഷൻ. വികാരങ്ങളെ ചൂഷണം ചെയ്ത് ഒരു രീതിയിൽ വേണ്ടാത്തൊരു കാര്യം നടക്കാതിരിക്കുവാൻ സഭയോടും ദൈവജനത്തോടും ഒരു കാര്യം ഓർപ്പിക്കട്ടെ. എവിടെയെങ്കിലും വികാരങ്ങൾ, ഭയത്തിന്റെ വികാരത്തെ ഉണർത്തി കൃപ ചോർത്തിക്കളയുവാൻ വരുന്നവരുണ്ടെങ്കിൽ പറ, ഞാൻ ഒരു കാര്യം അറിയുന്നു, നന്മയ്ക്കായിട്ടുള്ളത് മാത്രമേ എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്യുകയുള്ളൂ. ഒരു സിംഹമോ ഒരു കരടിയോ എനിക്ക് വിരോധമായി വന്നാൽ എൻ്റെ ദൈവമുണ്ട് എന്നെ കാത്തു സൂക്ഷിക്കുവാൻ. മാത്രമല്ല, സഭയിലാക്കിയിരിക്കുന്ന അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, ദൈവസഭ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഭയത്തിന്റെ ആത്മാവിനെയിട്ട് കൃപയും കാവലിനെയും ചോർത്തിക്കളയുവാൻ ഉയരുന്ന സകല പൈശാചിക പോരുകളെയും എന്ന് ഭയത്തിന്റെ ആത്മാവിനെയും ആ പോരുകളെയും ഞങ്ങൾ സഭയായി യേശുവിന്റെ നാമത്തിൽ പുറത്തു കളയുകയാണ്. ചില നിമിഷങ്ങൾ കർത്താവിനെ സ്തുതിക്കുവാൻ ആരംഭിച്ചോ. എന്ന് കർത്താവിനെ സ്തുതിക്കുമ്പോൾ ഒരു കൃപാസനം നമ്മൾക്കായി ഉണരുകയും വിരോധമായി നിൽക്കുന്ന എല്ലാ പ്രതികൂല കൈയെഴുത്തുകളെയും, എല്ലാ വിധികളെയും, എല്ലാ പ്രവർത്തികളെയും, എല്ലാ പദ്ധതികളെയും ആശ്രയനാകുന്ന യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഭവനങ്ങളിൽ നിന്നും, ജീവിതങ്ങളിൽ നിന്നും, സഭയിൽ നിന്നും വിട്ടുമാറുവാൻ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ആജ്ഞാപിക്കുകയാണ്. ചില നിമിഷങ്ങൾ കൂടെ ആരാധിച്ചോ. ഇന്ന് പകൽക്കാലം ഒരു വിടുതൽ നടക്കുകയാണ്. പലരുടെയും ജീവിതത്തിൽ ഭയത്തിന്റെ ആത്മാവിനെയിട്ട, പലരുടെയും ജീവിതത്തിൽ വേണ്ടാത്ത വികാരങ്ങളിട്ട മരണത്തിന്റെ ആത്മാവിനെ അകത്തേക്ക് കടത്തുവാൻ നിൽക്കുന്ന എല്ലാ പോരുകളെയും ഇന്ന് പകൽക്കാലം നസ്രയനാകുന്ന യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ സഭയായി ജയിക്കുകയാണ്. അവിടെയായി ആരാധിക്കുന്നവർ, ഭവനങ്ങളിൽ ആരാധിക്കുന്നവർ, ഏതെങ്കിലും സ്ഥലത്ത് ഇന്ന് ഈ ആരാധനയിൽ പങ്കെടുക്കുന്നവർ, ഇന്ന് നിങ്ങൾ ദൈവത്തെ സ്തുതിച്ചോ. നിങ്ങൾക്ക് വിരോധമായിട്ടുള്ള പിശാചിന്റെ സകല വിധികളും, മന്ത്രവാദങ്ങൾ, ആഭിചാരങ്ങൾ, നിങ്ങൾക്ക് വിരോധമായി നിൽക്കുന്ന പലതിനെയും ഇന്ന് സഭയോട് ചേർന്ന്, ദൈവജനത്തോട് ചേർന്ന് ആരാധിക്കുന്നവരുടെ ഭവനത്തിൽ നിന്നും, ജീവിതത്തിൽ നിന്നും, ശരീരത്തിൽ നിന്നും, ജീവിത സാഹചര്യങ്ങളിൽ നിന്നും വിട്ടുമാറുകയാണ്. കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിച്ചോ, കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിച്ചോ. In the mighty name of Jesus, we recognize the power of ദൈവശക്തി ഞങ്ങൾ തിരിച്ചറിയുന്നു. Thank you, Lord. ഭയത്തിന്റെ ആത്മാവിനെയല്ല, ധൈര്യത്തിന്റെ ആത്മാവിനെ അത്രേ എന്ന് പകർന്നിരിക്കുന്നത്. ഏത് സിംഹമോ, ഏത് കരടിയോ, ഏത് പിശാചോ, ഏത് ഗോലിയാത്തോ, ഏത് രാജ്യമോ, ഏത് നിയമമോ വിരോധമായി ഉണർന്നാൽ ഇന്ന് പകൽക്കാലം ദൈവസഭയ്ക്ക് ഒന്ന് പറയുവാനുണ്ട്. സകലത്തെയും ജയിച്ച ഞങ്ങളുടെ രക്ഷകനും, ഞങ്ങളുടെ കർത്താവും, ഞങ്ങളുടെ നാഥനും, ഞങ്ങളുടെ ഇടയനും, ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ ദൈവത്തിന്റെ സന്നിധിയിൽ you will not stand, നീ നിൽക്കുകയില്ല. കൂരിരുൾ താഴ്വരയിൽ കൂടെ കടന്നാലും ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. കാര്യം അങ്ങയുടെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില ഭവനങ്ങൾക്കകത്ത് നിന്ന് വെളിച്ചമുണ്ടാകുകയാണ്. കൂരിരുൾ താഴ്വരയിൽ കൂടെ കടന്നുപോയ പലരുടെയും ജീവിതത്തിൽ ഇന്നൊരു വെളിച്ചത്തിലേക്ക് നടത്തുവാൻ ചിലരുടെ സീസൺ കഴിഞ്ഞു. ഒരു പുതിയ സീസൺ ഈ ദിവസങ്ങളിൽ അല്ല, ഒക്ടോബർ മാസത്തിന്റെ 1-ാമത്തെ ദിവസം മുതൽ ചിലരുടെ ജീവിതത്തിലേക്ക് ഈ ആഴ്ച കഴിയുന്നതിന് മുൻപേ ചിലരുടെ ജീവിതത്തിൽ കൂരിരുൾ താഴ്വരയിൽ നിന്നും പുറത്തു വരുന്ന ഒരു അനുഭവം. അടുത്ത വാക്യത്തിൽ ശത്രുക്കൾ കൺകെ വിരുന്നൊരുക്കുന്നവൻ, ശത്രുക്കൾ കൺകെ വിരുന്നൊരുക്കുന്നവൻ. In the name of Jesus, in the name of Jesus, hallelujah. ചിലർ സ്വീകരിക്കുന്നതിനാൽ, പ്രാപിക്കുന്നതിനാൽ ഞാൻ കർത്താവിനെ സ്തുതിക്കുക. ഇന്നൊരു പകർച്ച നടക്കുക. ഇന്ന് കൃപമേൽ കൃപ പകരപ്പെടുക. ഇന്ന് കൃപമേൽ കൃപ പകരപ്പെടുക. ഇന്ന് കൃപമേൽ കൃപ പകരപ്പെടുക. കൃപയുണ്ട് എന്ന് ഞാൻ എങ്ങനെ അറിയും? How shall I know? എൻ്റെ ജീവിതത്തിൽ കൃപയുണ്ട് എന്ന് എങ്ങനെ അറിയും? ഒറ്റ വാക്യം കൂടെ വായിച്ച്, 1-2 വാക്യങ്ങൾ കൂടെ വായിച്ച് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുക. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം 16-ാം വാക്യം. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം 16-ാം വാക്യം. എന്നോടും നിന്റെ ജനത്തോടും കൃപ ഉണ്ടെന്നുള്ളത് ഏതിനാൽ അറിയും? ഒരു നിമിഷം. കൃപയുണ്ടെന്നുള്ളത് ഏതിനാൽ അറിയും? പ്രവാചകൻ പറഞ്ഞതിനാൽ അറിയുമോ? അതോ വിശ്വസിക്കുന്നതിനാൽ അറിയുമോ? അതോ ബൈബിൾ വായിച്ചപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടു അതിനാൽ അറിയുമോ? അകത്തെ വിശ്വാസമൊക്കെ നല്ലതാണ്. പ്രാവചനിക ശബ്ദത്തിനായി സ്തോത്രം, വചനത്തിന്റെ വെളിപ്പാടിനായി സ്തോത്രം. ബട്ട് വെൻ ദി റബ്ബർ മീറ്റ്സ് ദ റോഡ്, വാസ്തവത്തിൽ ജീവിതത്തിന്റെ
പരിപരുത്ത അനുഭവങ്ങളിലേക്ക്, വാസ്തവങ്ങളിലേക്ക് കയറുമ്പോൾ how do I know? ഞാൻ എങ്ങനെ തിരിച്ചറിയും? മോശയ്ക്ക് ചോദിക്കാൻ സകല പ്രാഗൽഭ്യമുണ്ട്. കാര്യം, എൻ്റെ ദൈവമേ, 6 ലക്ഷം കുടുംബങ്ങളുടെ ഒരു മോറൽ റെസ്പോൺസിബിലിറ്റി, സ്പിരിച്വൽ റെസ്പോൺസിബിലിറ്റി, ആത്മീയ ചുമതലയുമായി വരിക. കൃപയില്ലെങ്കിൽ വെള്ളമില്ലാത്ത മരുഭൂമിയിൽ കൂടെ പോകേണ്ടത്, അഗ്നിസർപ്പങ്ങളുള്ള മരുഭൂമിയിൽ കൂടെ പോകേണ്ടത്, ചുട്ടുപഴുത്ത ചൂടുള്ള ആ മരുഭൂമിയിൽ കൂടെ പോകേണ്ടത്. വലിയ ആപത്തുകളുണ്ട്, അനാഖ്യമല്ലന്മാരുണ്ട്, അമാലേക്യരുണ്ട്, വ്യത്യസ്ത ജാതികളുണ്ട്, ഞങ്ങളെ തകർത്ത് കളയുന്ന വലിയ ജാതികളുണ്ട്. ഫറവോൻ തകർന്നു, ഫറവോന്റെ സൈന്യവും അവന്റെ രഥങ്ങളും എല്ലാം പോയി. എങ്കിലും കർത്താവേ, മുൻപോട്ട് പോകുന്നെങ്കിൽ അങ്ങയുടെ സാന്നിധ്യമില്ലാതായിക്കല്ലേ. കൃപയുണ്ട് എന്ന് ഞാൻ എങ്ങനെ തിരിച്ചറിയും? ഹൗ ഡു ഐ നോ? പാസ്റ്റർ പ്രസംഗിച്ചതുകൊണ്ട് എൻ്റെ അകത്ത് കൃപയുണ്ടെന്ന് എനിക്ക് തോന്നുമോ? കൃപ ലഭിച്ചു എന്നതിനാൽ ഞങ്ങൾ തിരിച്ചറിയും. വായിച്ചാട്ടെ. നീ ഞങ്ങളോട് കൂടെ പോരുന്നതിനാൽ അല്ലയോ? ഒന്നാമത്തേത്, നീ ഞങ്ങളുടെ കൂടെ പോരുന്നതിനാലല്ലയോ എന്ന് ചേർന്ന് പറയുവാൻ സാധിക്കും. കർത്താവേ, do not send us unless you go with us. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ പോകുന്നില്ലെങ്കിൽ ഞങ്ങളെ അയക്കരുതേ. ഞങ്ങൾ ഇവിടെ ഇരുന്നോളാം, ആലയത്തിൽ ഇരുന്നോളാം, കാര്യം ഞങ്ങൾ വീട്ടിലിരുന്നോളാം. ഇറ്റ്സ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ പോകുന്നെങ്കിൽ, ഞങ്ങളുടെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ പോകുന്നെങ്കിൽ, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ പോകുന്നെങ്കിൽ കൃപ ലഭിച്ചു എന്ന് മനസ്സിലാകും. ഒത്തിരി ആശയങ്ങൾ ഈ വാക്യങ്ങളിൽ നിന്നും പറയുവാനുണ്ട്. ചുരുക്കമായിട്ട് അങ്ങ് പറഞ്ഞു വിട്ടു പോകട്ടെ. ഹൗ ഡു ഐ നോ? കൃപമേൽ കൃപ പകർന്നു എന്നെങ്ങനെ അറിയാം? ഇമ്മാനുവേൽ എന്നുള്ള നാമം ഉണ്ട്, അതുകൊണ്ട് മാത്രമായില്ല. ലെറ്റ് us see, ഞാൻ കാണട്ടെ കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ പോകണം. അങ്ങയുടെ സാന്നിധ്യം പോയില്ലെങ്കിൽ ഐ നോ കൃപ അല്പം കൂടെ ആവശ്യമാണ്. ഓ മൈ ഗുഡ്നസ്. ആരോടാ ഞാൻ സംസാരിക്കുന്നത്? ആലയത്തിൽ വരുമ്പോൾ ദൈവ സാന്നിധ്യം നമ്മൾ അനുഭവിക്കാറുണ്ട്. കോളേജ് ക്യാമ്പസിൽ, ജോലിയിൽ, അടുക്കളയിൽ, ഭവനത്തിൻ്റെ അകത്ത് ആ സാന്നിധ്യം അനുഭവിക്കാറുണ്ടോ? ലെറ്റ് മീ ടെൽ യു, സാന്നിധ്യമുണ്ടെങ്കിൽ കൃപയുണ്ട്. അത് വേറാണ്. കൃപയുണ്ടെങ്കിൽ സാന്നിധ്യമുണ്ട്. തിരിച്ചറിഞ്ഞാലും ഇല്ലെങ്കിലും ചിലരുടെ ജീവിതത്തിൽ സാന്നിധ്യം ഉണ്ടായിരിക്കുന്നതിനാൽ ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ആ സാന്നിധ്യത്തിനായി കരം ഉയർത്തിയൊന്ന് സ്തുതിച്ചത്. കർത്താവെ, തിരിച്ചറിയാൻ വയ്യാതെ പോകുന്ന സാഹചര്യങ്ങളിലും അങ്ങയുടെ സാന്നിധ്യമുള്ളതിനാൽ, എൻ്റെ ഭവനത്തിൽ സാന്നിധ്യമുള്ളതിനാൽ, എൻ്റെ സഭയിൽ സാന്നിധ്യമുള്ളതിനാൽ, എൻ്റെ യാത്രകളിൽ സാന്നിധ്യമുള്ളതിനാൽ, എൻ്റെ ഓരോ ആവശ്യങ്ങളിലും അങ്ങയുടെ സാന്നിധ്യം എൻ്റെ കൂടുള്ളതിനാൽ, come on, ഇന്ന് ചിലർ പറയുമ്പോൾ ലോർഡ് അങ്ങയുടെ സാന്നിധ്യം എനിക്ക് ആവശ്യമാണ്. കൃപ ലഭിച്ചു എന്നെങ്ങനെ അറിയും? അങ്ങയുടെ സാന്നിധ്യമുള്ളതിനാൽ അറിയും. വായിച്ചാട്ടെ, തുറന്ന് വായിച്ചാട്ടെ. അങ്ങയുടെ സാന്നിധ്യമുള്ളതിനാലും. 2 പുറപ്പാട് 33:16. ആകയാൽ എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ അറിയിക്കണമേ. 16-ാമത്തെ വാക്യം പ്ലീസ്. എന്നോടും നിന്റെ ജനത്തോടും കൃപയുണ്ടെന്നുള്ളത് ഏതിനാൽ അറിയും? നീ ഞങ്ങളോടുകൂടെ പോരുന്നതിനാലല്ലയോ? അങ്ങനെ ഞാനും നിന്റെ ജനവും ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് വിശേഷതയുള്ളവരായിരിക്കും എന്ന് പറഞ്ഞു. വിശേഷതയുള്ളവരായിരിക്കും. ഇംഗ്ലീഷിൽ വായിച്ചാൽ അല്പം കൂടെ വ്യത്യസ്തമാണ്. വി ആർ സെപ്പറേറ്റഡ്. മറ്റുള്ളവരെക്കാൾ വ്യത്യസ്തമായൊരു ജനമാകയാൽ അങ്ങയുടെ കൃപ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നറിയും. ഞാൻ ചോദിക്കട്ടെ, ഓഫീസിൽ ചെല്ലുമ്പോൾ, കോളേജിൽ, ക്ലാസ്സിൽ ചെല്ലുമ്പോൾ, നമ്മൾ പാർക്കുന്ന അയലോക്കത്ത് ആൾക്കാർ പറയുമോ വ്യത്യസ്തമായിട്ടൊരു വ്യക്തിയാണ് നമ്മളെക്കുറിച്ച് പറയുമോ? അതോ വെള്ള ഷർട്ട് ഇടുന്ന വ്യക്തിയാണെന്നേ പറയത്തുള്ളൂ? വെള്ള ഷർട്ട് ഇട്ടാലും നമ്മളെപ്പോലെ ഒരാളാണെന്ന് പറയുമോ? ക്ലീൻ ഷേവ് ആണെങ്കിലും മറ്റേ ഒരു വ്യത്യാസവും ഒന്നുമില്ല, ക്ലീൻ ഷേവ് ആണെന്നേ ഉള്ളൂ, അന്യഭാഷ പറയുമെന്നേ ഉള്ളൂ, വ്യത്യാസമൊന്നുമില്ല. പരിഹസിച്ച് നമ്മളെക്കുറിച്ച് അത് പറയുമോ? അതോ കണ്ടാലൊന്നും അറിയത്തില്ലെങ്കിലും, കണ്ടാൽ അറിഞ്ഞാലും അറിയത്തില്ലെങ്കിലും ഈ വ്യക്തി വ്യത്യസ്തമായൊരു വ്യക്തിയാണ് എന്ന് നമ്മളെക്കുറിച്ച് പറയുമോ? ഓ ഹല്ലേലൂയ. അവനിൽ വിശുദ്ധ ദേവന്മാരുടെ ആത്മാവുണ്ട് എന്നൊരു ജാതികീയ രാജ്ഞി പറഞ്ഞതുപോലെ ജാതികൾ നമ്മളെക്കുറിച്ച് പറയുമോ? ഞങ്ങൾ വ്യത്യാസമുള്ളവർ എന്ന് മറ്റുള്ളവർ കണ്ടാലും നമ്മളോട് ചേർന്ന് സഹകരിക്കുമ്പോൾ അവർക്കറിയുവാൻ സാധിക്കുമോ? How do I know? കൃപയുണ്ട് എന്നെങ്ങനെ അറിയാം? 2 കാര്യങ്ങൾ മാത്രമേ ഇവിടെ നിന്ന് പറയുന്നു. 1, അങ്ങയുടെ സാന്നിധ്യം എൻ്റെ കൂടെ വരണം. ഞാനായിരിക്കുന്ന ഭവനത്തിൽ, ഞാനായിരിക്കുന്ന ക്ലാസ്സിൽ, ഞാനായിരിക്കുന്ന ജോലിയിൽ, ഞാനായിരിക്കുന്ന വഴികളിൽ അങ്ങയുടെ സാന്നിധ്യം എൻ്റെ കൂടെ വരണം. ഞാൻ അനുഭവിച്ചാലും അനുഭവിച്ചില്ലെങ്കിലും ഞാൻ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്ന ഒരു വിഷയം അതാണ് ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൻ്റെ തിരിച്ചറിയാൻ പറ്റുന്ന, കോൺഷ്യസ് ആയി ഞാൻ എപ്പോഴും തിരിച്ചറിയുവാൻ സാധിക്കുന്ന ഒരു ഫെലോഷിപ്പ്, ഒരു കമ്മ്യൂണിയൻ ഞാൻ ആഗ്രഹിക്കുന്നു.
എപ്പോഴും സാന്നിധ്യമുണ്ട്. ബട്ട് ഐ നീഡ് ടു ബി കോൺഷ്യസ്. അതിനെക്കുറിച്ച് തിരിച്ചറിയുവാൻ ആഗ്രഹിക്കുന്നു. ചിലർ പ്രാർത്ഥിക്കണം, തിരിച്ചറിയത്തക്കതുപോലെ അങ്ങനെയുള്ള കൂട്ടായ്മയും സാന്നിധ്യവും ഞാൻ ആഗ്രഹിക്കുന്നു. 2, we are a special people. ഞങ്ങൾ പ്രത്യേകം ഒരു ജനമാണ്. ഞങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള ഒരു ജനമാണ്. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. അടുത്ത വാക്യം വായിക്കുന്നത് എസ്തറിന്റെ പുസ്തകത്തിലുണ്ട്. കൃപ ലഭിച്ചപ്പോൾ വസ്തി രാജ്ഞിയെ മാറ്റിയിട്ട് ഇതാ എസ്തറിന്റെ തലയിലേക്ക് ഒരു കിരീടം വെച്ചു. കൃപയുണ്ടെന്ന് എങ്ങനെ അറിയും? ചിലതിനെ മാറ്റി പല മാന്യതകൾ വരുമ്പോൾ മനസ്സിലാകും എൻ്റെ മേൽ ദൈവത്തിന്റെ കൃപയുണ്ട്. കണ്ണുകൾ അടയ്ക്കാം, ചില നിമിഷങ്ങൾ പ്രാർത്ഥിക്കാൻ പോകുക. I'm going to arouse the throne of grace എന്ന് നമ്മൾ ഒരുമിച്ച് കൃപാസനത്തെ ഒന്ന് ഉണർത്തുവാൻ പോകുക. കൃപമേൽ കൃപ പ്രാപിക്കുവാൻ, പാപം പെരുകിയിട്ട് കൃപ പെരുകുവാനല്ല, പകരം എന്ന് കൃപമേൽ കൃപ പ്രാപിക്കുവാൻ, ചിലരുടെ ജീവിതത്തിൽ കൃപകൾ നഷ്ടമാകാതെ, കൃപ നഷ്ടമാകാതെ ഇന്ന് ചിലരുടെ ജീവിതത്തിൽ കൃപ വർദ്ധിച്ചു വരുവാൻ ഇന്ന് സഭയായി ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമെങ്കിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ ഒന്ന് പ്രാർത്ഥിക്കുവാൻ പോകുക. എഴുന്നേറ്റ് നിൽക്കുവാൻ കഴിയുന്നവർ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. എവിടെയാണെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കുവാൻ പോകുക. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വലിയ കൃപയൊന്ന് പകരണം. ഗ്രേസ് അപ്പോൺ ഗ്രേസ്, കൃപ മേൽ കൃപ. പാപം പെരുകിയതിനാലല്ല, കൃപ മേൽ കൃപ. നീതിമാൻ ഇനിയും അധികം നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. രക്ഷ പ്രാപിക്കുവാൻ ഇതിനൊന്നും സാധിക്കുകയില്ല. കൃപാസനത്തെ ഉണർത്തുവാൻ ഇതിനൊന്നും സാധിക്കുകയില്ലെങ്കിലും എന്ന് ദൈവാത്മാവിന്റെ നിയോഗത്തിൽ പറയട്ടെ, ഇന്ന് ചിലർ കൃപമേൽ കൃപ പ്രാപിക്കുവാൻ പോകുകയാണ്. That's what I believe and I minister. ഞാൻ യേശുവിന്റെ നാമത്തിൽ ഒരു ശുശ്രൂഷ ചെയ്യുവാൻ പോകുക. എന്ന് വിശ്വസിക്കുന്നവരെല്ലാം ആ കൃപ പ്രാപിക്കുവാൻ തയ്യാറായിക്കോണം. ഇന്ന് വിശ്വസിക്കുന്നവരെല്ലാം ആ കൃപ പ്രാപിക്കുവാൻ തയ്യാറായിക്കോണം. ഇന്ന് ചിലരുടെ ഭവനത്തിലേക്ക് ഒരു കൃപയുടെ പകർച്ച ഉണ്ടായിരിക്കും, ചിലരുടെ ശരീരത്തിലേക്ക് ഒരു കൃപയുടെ പകർച്ച ഉണ്ടായിരിക്കും, ചിലരുടെ ജീവിത അനുഭവങ്ങളിലേക്ക് ഒരു കൃപയുടെ പകർച്ച ഉണ്ടായിരിക്കും, ചിലരുടെ ശുശ്രൂഷയിലേക്ക് ഒരു കൃപയുടെ പകർച്ച ഉണ്ടായിരിക്കും, ചിലരുടെ ജീവിതത്തിൽ വലിയ കൃപ, ഗ്രേസ് അപ്പോൺ ഗ്രേസ്, നോ അബണ്ടന്റ് ഗ്രേസ്, ധാരാളം കൃപ ലഭിച്ചവരായി ഇന്ന് ആലയത്തിന്റെ അകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങുവാൻ ചിലരുടെ ജീവിതത്തിലേക്ക് വലിയ കൃപയുടെ പകർച്ച ഉണ്ടാകട്ടെ. ചില നിമിഷങ്ങൾ പ്രാർത്ഥിക്കുവാൻ ആരംഭിച്ചാണ്. ലോർഡ് give us grace. ഞങ്ങൾ കൃപ തരണം. ആ കൃപാസനത്തെ ഉണർത്തുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കൃപാസനത്തിന് പകരം ന്യായാസനത്തെ ഉണർത്തുന്ന ഞങ്ങളുടെ ജീവിതത്തിലെ വാക്കുകൾ, മനോഭാവങ്ങൾ, പ്രവർത്തികൾ എല്ലാം മാറ്റി കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഓരോ ദിവസവും സിംഹാസനത്തോട് അടുത്ത് വരുമ്പോൾ, പ്രാർത്ഥനയിൽ, വാക്കുകളിൽ, പ്രവർത്തികളിൽ, ബന്ധങ്ങളിൽ അടുത്തിടപെടുമ്പോൾ ഒക്കെയും ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും സിംഹാസനത്തിന്റെ മുൻപിൽ വന്ന് നിൽക്കുകയാണല്ലോ. ഏത് മനുഷ്യന്റെയും പ്രവർത്തികളെ, ഏത് മനുഷ്യന്റെയും വാക്കുകളെ, ഏത് മനുഷ്യന്റെയും മനോഭാവങ്ങളെ തൂക്കി നോക്കുന്ന ദൈവമേ, അങ്ങനെ ത്രാശിന്റെ തട്ടിൽ കുറവുള്ളവരായി ഞങ്ങളെ കാണാതെ, പകരം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ കൃപ അനുഭവിക്കുവാൻ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ധാരാളം കൃപ പ്രാപിക്കുവാൻ, ഇതാ കൃപ മേൽ കൃപ പ്രാപിക്കുവാൻ എല്ലാ കാര്യങ്ങളും ദൈവസന്നിധിയിൽ ഒരു നിമിഷം ഉയരട്ടെ. പ്രാർത്ഥിച്ചാണ് കർത്താവേ, give us grace. കൃപ മേൽ കൃപ പ്രാപിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കൃപ മേൽ കൃപ പ്രാപിക്കുവാൻ ഇന്ന് സഭയായി ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. കരമുയർത്തി ഞങ്ങൾ സ്തോത്രത്തോടെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം പകർന്നിരിക്കുന്ന എല്ലാ കൃപകൾക്കായും സ്തോത്രമെങ്കിലും ധാരാളം കൃപ, abundant grace, grace upon grace, അങ്ങയുടെ നിറവിൽ നിന്നും ഞങ്ങൾ പ്രാപിക്കുവാൻ ഹല്ലേലൂയ ഇതാ അങ്ങയുടെ പാദപീഠത്തിൽ ഞങ്ങൾ വന്നിരിക്കുകയാണ്. And we as a church, സഭയായി ഞങ്ങൾ ആ കൃപയുടെ ഒരു പകർച്ചയെ ഉണർത്തുകയാണ്, കൃപാസനത്തെ ഉണർത്തുകയാണ്. സ്തുതിയാൽ, സ്തോത്രത്താൽ ഞങ്ങളുടെ മഹാപുരോഹിതനായ ഞങ്ങളുടെ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആ വിശുദ്ധ രക്തത്താൽ, ആ കുഞ്ഞാടിന്റെ രക്തത്താൽ ഇന്ന് ഞങ്ങൾ കൃപയ്ക്കായി പ്രാർത്ഥിക്കുകയാണ്. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ വരണം, അങ്ങയുടെ കാവൽ ഞങ്ങൾക്കുണ്ടായിരിക്കണം, അങ്ങനെ അനുഗ്രഹം ഞങ്ങൾക്ക് വരണം, അങ്ങനെ നന്മകൾ വരണം കർത്താവേ. കരങ്ങൾ താഴ്ത്തിടാമല്ലോ. ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു, സഭ ഒരിക്കൽ കൂടെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. കൃപ മേൽ കൃപയുണ്ടാകുവാൻ താങ്ക് യു. അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. പാട്ടുപാടി സ്തോത്രാഴ്ച എടുക്കുന്നതിന് മുമ്പേ I want to assure the church, ഇന്ന് ചിലർ ജീവിതത്തിൽ കൃപ പകർന്നു കഴിയുമ്പോൾ ചില ബിപിയുടെ പ്രശ്നങ്ങൾ മാറിയിരിക്കും, ചിലരുടെ ഷുഗറിന്റെ പ്രശ്നങ്ങൾ മാറിയിരിക്കും, ചില ജീവിതത്തിൽ വഴിയെ തടയുന്ന ചിലത് മാറിയിരിക്കും. അതൊരു വ്യക്തി തലയിൽ കൈവച്ചത് കൊണ്ടല്ല, ചില ജീവിതത്തിലേക്ക് കൃപ പകരപ്പെടുന്നത് കൊണ്ട്. ജീവിതത്തിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾ വഴിമാറുവാൻ പോകുകയാണ്. വാതിൽ തുറക്കാതിരുന്നിടത്ത് വാതിൽ തുറക്കുവാൻ പോകുകയാണ്. വാതിൽ തുറക്കേണ്ട സ്ഥലങ്ങളിൽ വാതിൽ തുറന്നിരിക്കും. യേശുവിന്റെ നാമത്തിൽ ഇന്ന് കൃപമേൽ കൃപ പകരുമ്പോൾ ആ കൃപയിൽ ഉൾപ്പെട്ടിരിക്കുന്ന സകല നന്മകളും അനുഗ്രഹങ്ങളും ഞങ്ങൾ അടുത്ത പാട്ടുപാടി ആരാധിക്കുമ്പോൾ ഈ ആലയത്തിനകത്ത് റിലീസാകുവാൻ ഈ ആരാധനയോട് ചേർന്ന് നിൽക്കുന്ന ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ, ഓരോ ഭവനങ്ങളിൽ അത് വിശ്വസിക്കുകയും ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്തവരുടെ ജീവിതത്തിലേക്ക് അത് വിശ്വാസത്താൽ സഭയായി ഞങ്ങൾ റിലീസ് ചെയ്യുന്നു. പാട്ടുകൾ പാടി കർത്താവിനെ ആരാധിക്കും.